ഓം ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തത നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശക. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വാസ്തുമൂല്യ നിർണയമാണ്. വാസ്തുമൂല്യ നിർണയത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ അവസാനം എടുത്ത ഏതാണ്? ലാസ്റ്റ് എടുത്തത് ഹലോ, കേൾക്കാമോ? ഹലോ, എല്ലാവർക്കും കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം സാറേ. 4C ആണ് എടുത്തത്. അതായത് 4C നമ്പറല്ല, പിന്നെ യോനി യോനിയുടെ അതിന് പിന്നെ വാസ്തുമൂല്യ നിർണയത്തിലെ യോനിയുടെ ആണ്. ശരി, ഓക്കെ. ഇനി 5 ഹെഡിങ് 5 എഴുതി വെച്ചിട്ടുണ്ട്. 5 നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനെ പ്രസന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. നമ്മൾ യോനി എടുത്തു കഴിഞ്ഞു. അതായത് പിന്നെ ഔട്ട് ഓഫ് 4 യോനി ഔട്ട് ഓഫ് ഇത് നമ്മൾ എഴുതിയതാണ്. എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ലാസ്റ്റായിട്ട് ഒന്നുകൂടെ നോക്കാം. ദിശയ്ക്ക് അനുയോജ്യമായ യോനി, അതായത് കിഴക്കിനെയാണെങ്കിൽ ധ്വജയോനി മാത്രമേ ആകാവൂ. പടിഞ്ഞാറ്റിനെ ആണെങ്കിൽ വൃഷഭയോനി അത്യുത്തമം, ധ്വജം സിംഹം ഗജം ഉത്തമം. അതൊക്കെ അനുയോജ്യമായ യോനികളാണ്. അങ്ങനെ ദിശയ്ക്ക് അനുയോജ്യമായ യോനിയാണെങ്കിൽ മൂല്യം 4 ഇത് ഔട്ട് ഓഫ് 4 ആണ്. 4 കിട്ടും ദിശയ്ക്ക് അനുയോജ്യമായ യോനി. അപ്പോൾ കിഴക്കിനെയാണ് ധ്വജയോനിയാണ്. അപ്പോൾ ദിശയ്ക്ക് അനുയോജ്യമായ യോനിയാണ്, മൂല്യം 4 വരും. അപ്പോൾ അനുയോജ്യമായ യോനിയാണെങ്കിൽ മൂല്യം 4, അനുയോജ്യമല്ലെങ്കിൽ മൂല്യം 1. ദിശയ്ക്ക് അനുയോജ്യമല്ലാത്ത യോനിയാണെങ്കിൽ മൂല്യം 1. നിഷിദ്ധ യോനികൾ ഏതെങ്കിലും, നിഷിദ്ധ യോനി എന്ന് പറയുമ്പോൾ അതായത് പിന്നെ കുക്കുരം, ഖരം, വായസം, ധൂമം, ഇത് 4ആണ് നിഷിദ്ധ യോനികൾ. ഇതിലേതെങ്കിലും ആണെങ്കിൽ മൂല്യം 0 ആണ് മൂല്യം. അപ്പം നമുക്കിവിടെ പിന്നെ 49 കോൽ നമ്മൾ നേരത്തെ നോക്കിയാണ്. ചുറ്റളവ് നമ്മൾ നേരത്തെ നോക്കി, വീണ്ടും ചുറ്റളവ് നമ്മൾ നേരത്തെ നോക്കിയാണ്. അപ്പം 49 കോൽ 9.92 അங்குലമായിരുന്നു വീടിൻ്റെ ചുറ്റളവ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഭാഗിക്കുക. അപ്പം പിന്നെ 49 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 147 വരും. 147ൻ്റെ കൂടെ പിന്നെ 9.92 3 കൊണ്ട് ഗുണിക്കുമ്പം പിന്നെ 29 സംതിങ് വരും. അപ്പോൾ 29 27 24 എടുക്കണം, അത് ഒരു കോൽ. അപ്പം 148 ആവും. 49 3 147, ഒന്നും കൂടെ കൂടുമ്പോൾ 148. ബാക്കി ഈ പിന്നെ 5.76 ബാക്കി വരും. ഇത് ഗുണിക്കുമ്പം 29.76, 29.76 24 എടുക്കുമ്പോൾ ബാക്കി 5.76 ആണ്. 148 5.76. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതെല്ലാം. അതൊന്ന് ജസ്റ്റ് ചെയ്തേ ഉള്ളൂ, എല്ലാവരും ചെയ്യില്ല. ഇനി 148നെ 8 കൊണ്ട് ഭാഗിക്കണം. 8 ബാക്കി 6 68, 8 64, ശിഷ്ടം 4. അപ്പം 4ഉം ഒരു 5.76 വരും. അപ്പം യോനി എന്ന് പറഞ്ഞാൽ 4 5.76 വരും.
4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുക്കുര യോനിയാണ്. 5 എന്ന് പറഞ്ഞാൽ വൃഷഭയോനിയാണ്. അപ്പം 4 കഴിഞ്ഞു, 5 ആയില്ല. അതായത് കുക്കുര യോനിക്കും വൃഷഭയോനിക്കും ഇടയ്ക്ക് വരും. കുക്കുര യോനിക്കും വൃഷഭയോനിക്കും ഇടയ്ക്ക് വരുമ്പോൾ അത് യോനിപ്പൊരുത്തമുള്ള വീടല്ല. കാരണം നമുക്ക് ഇവിടെ കിഴക്കോട്ട് ഫേസ് ചെയ്യുന്നതാണ് നമ്മൾ മണക്കാടിലെ വീടിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. അത് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് 4 ഈ യോനി അല്ല. അപ്പോൾ അതുകൊണ്ട് ദിശയ്ക്ക് അനുയോജ്യമല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ മൂല്യ ശതമാനം എന്ന് പറയുന്നത് ദിശയ്ക്ക് അനുയോജ്യമല്ലെങ്കിൽ 1 ഔട്ട് ഓഫ് 4 ആണ്. അപ്പോൾ 1/4 × 100 25%. അതാണ് ഈ 4C മൂല്യ ശതമാനം കിട്ടുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. അപ്പോൾ അടുത്തിലോട്ട് പോവാണ്. 5. അഞ്ചാമത്തത് മുറികളുടെ ഉൾച്ചുറ്റ്. മുറികളുടെ ഉൾച്ചുറ്റ് എന്ന് പറയുമ്പോൾ 2 തരത്തിലാണത്. അതായത് മുറികളിൽ ബെഡ്റൂം, പൂജാ റൂം, അതുപോലെ തന്നെ പിന്നെ ബെഡ്റൂം, പൂജാ റൂം, അടുക്കള, ബെഡ്റൂം, പൂജാ റൂം, ഈ 3 മുറികൾക്ക് മറ്റു മുറികളെ അപേക്ഷിച്ച് പ്രാധാന്യം കൂടുതലായിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അത് രണ്ട് ബെഡ്റൂമും പൂജാമുറിയും അടുക്കളയും ഒരുമിച്ചെടുക്കണം. ബാക്കിയുള്ള മുറികളെല്ലാം പ്രത്യേകം വെച്ചെടുക്കണം. അത് 2ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ മുറികളുടെ ഉൾച്ചുറ്റിൽ ഔട്ട് ഓഫ് 8 ആണത്. അപ്പോൾ ഇത് എഴുതി കൂടെ. 5ാമത്തെ മുറികളുടെ ഉൾച്ചുറ്റ് ഔട്ട് ഓഫ് 8. എന്നിട്ട് അതിൻ്റെ അതിൻ്റെ 5A ഉണ്ട്. 5 തന്നെ എയും ബിയും 2ആയിട്ടുണ്ട്. അത് എ എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടുക്കള, പൂജാമുറി, ബെഡ്റൂം, ഇത് 3 മാത്രം. അപ്പോൾ ഇത് എഴുതിക്കോളൂ. എന്ന് വരച്ചൊരു ടേബിള്. റൂംസ്, എന്ന് വെച്ചാൽ ഉത്തമം, മധ്യമം, അധമം. അടുത്തത് മരണം. ഉത്തമം, മധ്യമം, അധമം, മരണം, മറ്റ് യൂണിറ്റുകൾ. ഇതൊന്നും അല്ലാതെ വരുന്ന ചുറ്റുകൾ. ഇതൊന്നും അല്ലെങ്കിൽ അത് മറ്റ് യൂണിറ്റുകൾ വരും. അപ്പോൾ ഇത് 3 തരത്തിലുള്ള റൂമാണ് വരുന്നത്. 1 ബെഡ്റൂം വരും, പിന്നൊന്ന് കിച്ചൺ വരും, പിന്നൊന്ന് പൂജാമുറി. ഇത് 3ആണ് ഈ 2 പ്രത്യേകിച്ച് വരുന്നത്. മറ്റുള്ള മുറികളെല്ലാം ഒരുമിച്ചെടുക്കണം. ഈ 3 മുറികൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൂടുതലുള്ളതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ട് എടുക്കണം എന്നാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എടുക്കുന്നത്. ഇത് വരച്ചിട്ട് ഇത് എഴുതുക. ഒക്കെ സ്കെയിലും പെൻസിലൊന്നും എടുക്കണ്ട, ഫ്രീ ഹാൻഡിൽ വരച്ചാൽ മതി. എഴുതി കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതി തീർന്നിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം പെർസെൻറ്റേജിലാണ് വരുന്നത്. പെർസെൻറ്റേജിൽ 100, അതായത് 100% ആണ് ഉത്തമത്തിൽ. 100 താഴെ 75 ആൻഡ് എബോവ്. അതായത് 75 കഴിഞ്ഞിട്ട് ആരോ ഇട്ടേക്കുന്നു. 75% ആൻഡ് എബോവ്. ആദ്യത്തെ 100%, രണ്ടാമത്തെ 75% ആൻഡ് എബോവ്. 100% താഴെയുള്ള 75 മുകളിൽ. അതുപോലെ 50% ആൻഡ് എബോവ്. അടുത്തത് 25% ആൻഡ് എബോവ്, 0% ആൻഡ് എബോവ്. ഇങ്ങനെ. അപ്പോൾ ഇതിന് ഓരോന്നിനുമുള്ള മൂല്യം 100% ആണെങ്കിൽ മൂല്യം 8 ആണ്. 8ൽ 8. അപ്പോൾ 100% വരും. മൂല്യം 8ൽ 8. ഉത്തമത്തിൽ. മധ്യമത്തിൽ 8ൽ അത് 7 ആണ്. അധമത്തിൽ 6 ആണ്. മരണമാണെങ്കിൽ അവിടെ 0 ആണ്. മറ്റു യുക്തികൾക്ക് 1.5 ആണ്. അപ്പോൾ ഇത് എഴുതിക്കൊള്ളൂ ആ ടേബിള്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. 75 ആൻഡ് എബോവ്. ഉത്തമത്തിന് 7, മധ്യമത്തിന് 6, അധമത്തിന് 5, മരണത്തിന് 0.25, മറ്റു യുക്തികൾക്ക് 2. ഇനി 50 ആൻഡ് എബോവ്. 50% ആൻഡ് എബോവ്. ഉത്തമത്തിൽ 6, മധ്യമത്തിൽ 5, അധമത്തിൽ 4, മരണത്തിൽ 0.5, മറ്റു യുക്തികളിൽ 2.5. 25% ആൻഡ് എബോവ്. ഉത്തമത്തിൽ 5, മധ്യമത്തിൽ 4, അധമത്തിൽ 3, മരണത്തിൽ 0.75, മറ്റു യുക്തികളിൽ 3. 0 ആൻഡ് എബോവ്. ഉത്തമത്തിൽ 4, മധ്യമത്തിൽ 3, അധമത്തിൽ 2, മരണം 1, മറ്റു യുക്തികൾ 3.5. ഈ ടേബിൾ ഇത് ബെഡ്റൂം, കിച്ചൺ, പൂജാ റൂം അതിന് വേണ്ടി ഉള്ള ടേബിളാണ്. ബാക്കിയുള്ള മുറികൾക്ക് വേറെ ടേബിളുണ്ട്, അതിലേക്ക് വരാം. ഇത് എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് നോക്കാം. ഇത് ടേബിൾ എല്ലാവരും എഴുതി കഴിഞ്ഞ് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് ഉദാഹരണം ഒരു എക്സാമ്പിൾ എടുക്കാം.
സെക്കൻഡ്. ഓക്കെ. അപ്പം പിന്നെ ഈ ടേബിൾ എഴുതിയിട്ട് ഒന്ന് എഴുതിക്കോളൂ. ഇതിപ്പോൾ 5 മുറികളുടെ ഉൾച്ചുറ്റ് ഔട്ട് ഓഫ് 8. അത് കഴിഞ്ഞ് ടേബിൾ. ഈ ടേബിൾ എഴുതിയിട്ട് താഴെ എഴുതിക്കോളൂ. കിടക്കമുറി, കിടക്കമുറി, കോമ അടുക്കള, കിടക്കമുറി, കോമ അടുക്കള, കോമ പൂജാമുറി, കിടക്കമുറി, അടുക്കള, പൂജാമുറി എന്നീ മുറികൾക്ക് കിടക്കമുറി, അടുക്കള, പൂജാമുറി എന്നീ മുറികൾക്ക് മറ്റു മുറികളെക്കാൾ, കുറച്ച് സ്പീഡിൽ എഴുതുക, കിടക്കമുറി, അടുക്കള, പൂജാമുറി എന്നീ മുറികൾക്ക് മറ്റു മുറികളെക്കാൾ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മറ്റു മുറികളെക്കാൾ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഫുൾ സ്റ്റോപ്പ്. കിടക്കമുറി, അടുക്കള, പൂജാമുറി എന്നീ മുറികൾക്ക് മറ്റു മുറികളെക്കാൾ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അതുകൊണ്ട് ഈ മുറികളുടെ കിടക്കമുറി, അടുക്കള, പൂജാമുറി, ഈ മുറികളുടെ ഉൾച്ചുറ്റിന് പ്രത്യേകമായി മൂല്യം കണക്കാക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ മുറികളുടെ ഉൾച്ചുറ്റിന് പ്രത്യേകമായി മൂല്യം കണക്കാക്കേണ്ടതാണ്. ഫുൾ സ്റ്റോപ്പ്. പ്രത്യേകമായി മൂല്യം കണക്കാക്കേണ്ടതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. മറ്റു മുറികൾ, കോമ, അതായത് ഡ്രോയിങ് റൂം, കോമ, മറ്റു മുറികൾ, അതായത് ഡ്രോയിങ് റൂം, കോമ, ലിവിംഗ് റൂം, കോമ, ഡൈനിങ് റൂം, കോമ, ലൈബ്രറി, കോമ, ഓഫീസ് റൂം, മറ്റു മുറികൾ, അതായത് ഡ്രോയിങ് റൂം, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, ലൈബ്രറി, ഓഫീസ് റൂം, അങ്ങനെ ഏതായാലും ഈ മറ്റേത് 3 ഒഴിച്ച് ബാക്കി ഏതായാലും ഓഫീസ് റൂം തുടങ്ങിയ മുറികളുടെ മൂല്യം, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, ലൈബ്രറി, ഓഫീസ് റൂം തുടങ്ങിയ മുറികളുടെ മൂല്യം പ്രത്യേകമായി കാണേണ്ടതാണ്. ഫുൾ സ്റ്റോപ്പ്. പ്രത്യേകമായി കാണേണ്ടതാണ്. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഉൾച്ചുറ്റിന്റെ മൂല്യം കാണുമ്പോൾ, കോമ, ടോയ്ലറ്റ്, കോമ, സ്റ്റോർ, കോമ, ഓപ്പൺ വർക്ക് ഏരിയ, കോമ, ഓപ്പൺ സിറ്റ് ഔട്ട്, എന്നിവ പരിഗണിക്കേണ്ടതില്ല. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. അത് നോക്കാം നമുക്ക് എന്താണ്. ഇപ്പൊ ലിവിംഗ് റൂം, ഡൈനിങ് റൂം, ലൈബ്രറി, ഓഫീസ് റൂം അതൊക്കെ പരിഗണിക്കും. പക്ഷെ അതേസമയം നമ്മളിപ്പം ടോയ്ലറ്റ് ഒരു ദിവസം എത്ര നേരം ഇരിക്കും. നമ്മളിപ്പോൾ ഒന്ന് ലെറ്ററിൽ പോകുന്നു, അല്ലെങ്കിൽ അഥവാ കുളിക്കാനൊക്കെ പോയി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ 10-15 മിനിറ്റ് ഇറങ്ങും. അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൂടുതൽ നമ്മൾ അതിനകത്ത് ചെലവഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് അതിൻ്റെ എടുക്കണ്ട. അതാണ് പിന്നെ ടോയ്ലറ്റ്. സ്റ്റോർ, എന്തെങ്കിലും സാധനം എടുക്കാനായിട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. അതിനകത്ത് കൂടുതൽ സമയം നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ടോയ്ലറ്റ്, സ്റ്റോർ, ഓപ്പൺ വർക്ക് ഏരിയ.
ഓപ്പൺ വർക്ക് ഏരിയയും ഓപ്പൺ സിറ്റ് ഔട്ടും. അത് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ വേറെ ഈ ഭിത്തിയില്ല, ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെയും പ്രത്യേകം എടുക്കേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ചെയ്തു, ഉദാഹരണം. ഈ ടേബിൾ കഴിഞ്ഞിട്ട് ഇത് നോട്ട് ചെയ്തിട്ട് ഉദാഹരണം എഴുതിക്കോളൂ. 3 കിടക്കമുറി. ഇത് എങ്ങനെയാണ് നോക്കിയിരുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളാണ് എഴുതുന്നത്. 3 കിടക്കമുറി, ഒരടുക്കള. 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി. 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി എന്നീ മുറികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി. ബാക്കിയുള്ള മുറിയൊക്കെ പ്രത്യേകം വേറെ കൺസിഡർ ചെയ്യണം. ഇത് മാത്രമേ ഈ 3 മുറികളെ ഇതിനകത്ത് എടുക്കാവൂ. 5A 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി എന്നീ മുറികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആകെ മുറികളുടെ എണ്ണം സമം എത്ര വരും? നിങ്ങൾ പറയാം. ആകെ മുറികളുടെ എണ്ണം സമം എത്രയാണ്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഹലോ, 5. അപ്പൊ ആകെ മുറികളുടെ എണ്ണം സമം 5. നിങ്ങളുടെ ശബ്ദം ഇടയ്ക്ക് കേൾക്കണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നീ മുറികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആകെ മുറികളുടെ എണ്ണം സമം 5. ഇനി അടുത്ത താഴോട്ടേക്കുള്ളൂ. എക്സാമ്പിൾ 1 അല്ലെങ്കിൽ കേസ് 1, CASE കേസ് 1. ഇപ്പോൾ ഈ 5 മുറികളുണ്ട്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വാസ്തു കൺസൾട്ട് ചെയ്തൊക്കെ വെച്ച് എല്ലാ മുറികളും ഉത്തമമായി ചുറ്റാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഈ ബെഡ്റൂമും കിച്ചണും പൂജാ റൂമും കൂടെ 3 ബെഡ്റൂം, ഒരു കിച്ചണും, ഒരു പൂജാമുറി, 5 മുറികൾ ആകെ ഉണ്ട്. ഈ 5 മുറികൾ ഉത്തമമായി ചുറ്റാണെന്ന് ഇരിക്കട്ടെ. 5 മുറികളുടെയും ചുറ്റുത്തമമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം? ആകെ 5 മുറികൾ, അത് 5 ഉത്തമം. അപ്പൊ ഉത്തമമായ മുറികൾ എത്ര ശതമാനം വരും? ആകെ 5 മുറികളുണ്ട്, 5 ഉത്തമമാണ്. അപ്പൊ ഉത്തമമായ മുറികളുടെ ശതമാനം എത്ര വരും? പറയൂ ആരെങ്കിലും. ഹലോ, 100%. ആകെ 5 മുറികളാണ് ഉള്ളത്, അത് 5 ഉത്തമമാണ്. അപ്പൊ 100% മുറികൾ ഉത്തമമാണ്. അപ്പൊ അവിടെ ഈ 100 എടുക്കണം. നോക്കുക, ഇവിടെ ടേബിളിൽ 100 എടുക്കണം. 100 ഉത്തമമാണെങ്കിൽ 8 ആണ്. 100 ഉത്തമം കൂടെ നോക്കുക. 100 ഉത്തമമാണെങ്കിൽ 8 ആണ്. അപ്പൊ ഔട്ട് ഓഫ് 8 വരും. അപ്പോൾ 5 മുറികളുണ്ട്, 5 ഉത്തമമാണെങ്കിൽ 8 ഔട്ട് ഓഫ് 8 എന്ന് പറയുമ്പം ഇൻറ്റു 100% വരും. അപ്പോൾ ആയിക്കോളൂ, ഈ 5 മുറികളുടെ ഉൾച്ചുറ്റ് ഉത്തമമാണെങ്കിൽ ഉത്തമമായ മുറികൾ സമം 100%. അത് 5 ഉണ്ട്, 5 ഉത്തമം. അപ്പോൾ ഉത്തമമായ മുറികൾ സമം 100%. അപ്പോൾ ഇതിൻ്റെ ഫ്രം ദ ടേബിൾ മൂല്യം സമം, ആ ടേബിൾ നോക്കണം. അപ്പോൾ 100% ഉത്തമമാണെങ്കിൽ മൂല്യം നോക്കണം ടേബിളിൽ നിന്ന്. ഫ്രം ദ ടേബിൾ മൂല്യം സമം 8. ഫ്രം ദ ടേബിൾ മൂല്യം സമം 8. അപ്പോൾ ഓരോന്നിനെ മൂല്യം കണ്ടിട്ട് പിന്നെ നമുക്ക് ശരാശരി എടുക്കാം. അപ്പോൾ കേസ് 2 അടുത്തത്, കേസ് 1 മൂല്യ സമം 8. അപ്പം മൂല്യ ശതമാനം സമം 100%. മൂല്യ സമം 8, മൂല്യ ശതമാനം സമം 8/8 × 100. മൂല്യ സമം 8. അതിൻ്റെ അടുത്ത ലൈനിൽ മൂല്യ ശതമാനം സമം ഔട്ട് ഓഫ് 8 ആണ്. അപ്പോൾ 8/8 × 100 അപ്പോൾ 100%. അപ്പോൾ 5 മുറികളുണ്ട്, 5ഉം ഉത്തമമാണെങ്കിൽ 100% ആണ്. അപ്പോൾ മൂല്യ ശതമാനം സമം 100%. അടുത്ത കേസ് 2. കേസ് 1 എഴുതി കാണുന്ന വിചാരിക്കുന്നു. കേസ് 2 ഇവിടെ ഇതിനകത്ത് നോക്കട്ടെ, നമുക്ക് കാണും. അതിനകത്തുണ്ട് കേട്ടോ. ഉദാഹരണം, 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി എന്നീ മുറികളുള്ള ഒരു വീട്ടിൽ മുറികളുടെ ഉൾച്ചുറ്റിനുള്ള ആകെ മൂല്യ ശതമാനം കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി എന്നീ മുറികളുള്ള ഒരു വീട്ടിൽ മുറികളുടെ ഉൾച്ചുറ്റിനുള്ള ആകെ മൂല്യ ശതമാനം കാണുക. അതിൽ ഓരോ കേസായിട്ടാണ്. കേസ് 1 ആകെ മുറികളുടെ എണ്ണം 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി. 3 1 4 1 5 വരും. 5 ആകെ മുറികളുടെ എണ്ണം 5. അടുത്ത കേസ് 1 ആകെ മുറികളുടെ ആകെ 5 മുറി, അതിന് വ്യത്യാസമില്ല. കേസ് 1 ആയാലും 2 ആയാലും 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി. അപ്പോൾ ആകെ മുറി 5 തന്നെ. അതിന് കേസ് 1 ഈ 5 മുറികളുടെ ഉൾച്ചുറ്റ് ഉത്തമമാണെങ്കിൽ
നമ്മൾ എഴുതിയതാണ് ഈ 5 മുറികളുടെ ഉൾച്ചുറ്റ് ഉത്തമമാണെങ്കിൽ ഉത്തമമായ മുറികൾ സമം 100%. ഉത്തമമായ മുറികൾ 100%. അപ്പോൾ മൂല്യം സമം 8. അത് ഫ്രം ദ ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. മൂല്യസമം 8 ബ്രാക്കറ്റ് ഫ്രം ദ ടേബിൾ, അത് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. മൂല്യസമം 8. മൂല്യ ശതമാനം സമം 8/8 into 100 സമം 100%. ഒരു എക്സാമ്പിൾ എന്നേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടി. അടുത്ത കേസ് 2. ഈ 5 മുറികളിൽ 2 മുറികൾ ഉത്തമവും, ഈ 5 മുറികളിൽ 2 മുറികൾ ഉത്തമവും 2 മുറികൾ മധ്യമവും, ഈ 5 മുറികളിൽ സ്ക്രീനിൽ കാണാം, ഈ 5 മുറികളിൽ 2 മുറികൾ ഉത്തമവും, 2 മുറികൾ മധ്യമവും, 1 മുറി മരണച്ചുറ്റുമാണെങ്കിൽ, ഒരു എക്സാമ്പിൾ എടുക്കുന്ന എങ്ങനെ കാണുന്ന അറിയാൻ വേണ്ടി, ഈ 5 മുറികളിൽ 2 മുറികൾ ഉത്തമവും 2 മുറികൾ മധ്യമവും 1 മുറി മരണച്ചുറ്റുമാണെങ്കിൽ ഉത്തമമായ മുറികളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ പറയൂ, ഉത്തമമായ മുറികളുടെ എണ്ണം എത്രയാണ്? 2 മുറികൾ. അപ്പം ഉത്തമമായ മുറികളുടെ എണ്ണം സമം 2. ആകെ 5 അപ്പൊ അതിൽ 2 എണ്ണം ഉത്തമമാണ്. അപ്പൊ ശതമാനം എത്ര വരും? ശതമാനം സമം 2/5 into 100. ആകെ 5-ല് 2 ഉത്തമം. അപ്പൊ അതിന്റെ ശതമാനം പറഞ്ഞാൽ 2/5 into 100 വരും, സമം 40%. അത് കണ്ടുപിടിക്കണം. ആ ഉത്തമമായ മുറികളുടെ ശതമാനം കണ്ടുപിടിക്കണം. ഇവിടെ ഉത്തമമായ മുറി 2, ആകെ 5. അപ്പൊ 2/5, 5-ൽ 2 മുറി ഉത്തമമാണ്. അപ്പൊ അതിനെ 100 കൊണ്ട് തുടങ്ങിയപ്പോൾ ശതമാനമാകും. അപ്പൊ 40% കിട്ടും. ഈ ടേബിളിൽ 40% ഉത്തമമാണെങ്കിൽ അതിന്റെ മൂല്യം എത്രയാണ്? ടേബിൾ നോക്കുക. ടേബിൾ നോക്കിയിട്ട് 40% ഉത്തമമാണെങ്കിൽ മൂല്യം എത്രയാണ്? പെട്ടെന്ന് നോക്കി പറയുക. 40% ഉത്തമം, മൂല്യം എത്രയാണ്? വേണോ? 5. 25 എബോവ്. 40% എന്ന് പറയുമ്പോൾ 25 കോടി 50 ആയില്ല. 25 മുതൽ മേപ്പോട്ട് 50 താഴെ വരെയുള്ള എല്ലാം പിന്നെ അത് ഉത്തമത്തിൽ വരുമ്പോൾ അതിന് നേരെ നോക്കുക. 25 മുകളിലാണ്, 50 ആയില്ല, അപ്പൊ 5. ക്ലിയർ ആയോ എല്ലാവർക്കും? 5 എങ്ങനെ കിട്ടിയത്? അപ്പൊ മൂല്യ സമം 5. എങ്ങനെ കിട്ടിയത്? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ചോദിക്കണം. ടേബിളിൽ കിട്ടുന്നതാണത്. മൂല്യ ശതമാനം എന്നുള്ളതിൽ പിന്നെ 40% അപ്പൊ 25-ന്റെ മുകളിലാണ് 40, 50 ആയില്ല, അപ്പൊ 25 അപ്പാരോ 25 ആൻഡ് അബോവ്. അപ്പൊ അത് 5. മൂല്യം 5. ഫ്രം അത് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. മൂല്യം 5 എന്നുള്ളത് ഫ്രം ദ ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. എങ്ങനെ കിട്ടുന്നതൊക്കെ നിങ്ങൾ പെട്ടെന്ന് നോക്കി സംശയം വരേണ്ട ആവശ്യമില്ല. അത് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി മധ്യമമായ മുറികളുടെ എണ്ണം എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കൂ. മധ്യമമായ മുറികളുടെ എണ്ണം പെട്ടെന്ന് പറയുക. ഹലോ, 2. അത് 2. അത് പറയണം. നിങ്ങളിവിടെ ടേക്ക് പാർട്ട് അതിനകത്ത്. മിണ്ടാതിരിക്കുക, വെറുതെ എഴുതിക്കൊണ്ടിരിക്കാതെ. മധ്യമമായ മുറികളുടെ എണ്ണം 2. അപ്പൊ അതിൻ്റെ ശതമാനം ആകെ മുറി സെയിം ശതമാനം വരും. അപ്പൊ ശതമാനം സമം ആകെ 5-ൽ 2 മധ്യമമാണ്. അപ്പൊ 2/5 into 100. അത് 40% തന്നെ വരും. അപ്പൊ 40% മധ്യമമാണെങ്കിൽ മൂല്യം എത്ര വരും? ടേബിൾ നോക്കൂ. 40% മധ്യമമാണെങ്കിൽ മൂല്യം എത്ര വരും? 40% മധ്യമം, മൂല്യം എത്ര വരും? ടേബിൾ നോക്കാൻ പഠിക്കണം. ഈ ടേബിൾ പെട്ടെന്ന് പറയും. 4. അപ്പൊ മൂല്യം സമം 4. അപ്പം പിന്നെ മൂല്യം 4 കിട്ടും. അത് ഫ്രം ദ ടേബിളാണ്. അത് നേരത്തെ എഴുതിക്കൊണ്ട് പിന്നെ എഴുതുന്നില്ല. മൂല്യം 4. അപ്പം മധ്യമമായ മുറികളുടെ എണ്ണം 2, 2/5 into 100, 40%. അപ്പം മൂല്യം 4. അപ്പം ഉത്തമമായ മുറിക്ക് മൂല്യം 5 കിട്ടി, മധ്യമമായ മുറിക്ക് മൂല്യം 4 കിട്ടി. ഇനി ഒരു മുറിക്ക് മരണച്ചുറ്റുണ്ട്, അത് നോക്കണം. മരണച്ചുറ്റുള്ള മുറികളുടെ എണ്ണം എത്രയാണ്? 1. 1. മരണച്ചുറ്റുള്ള മുറികളുടെ എണ്ണം 1. അപ്പൊ അതിന്റെ ശതമാനം ആകെ ഉള്ളതിൽ ആകെ 5 എണ്ണം ഉണ്ട്, അതിൽ 1 മരണച്ചുറ്റ്. അപ്പൊ 1/5 into 100 ആണ് അതിന്റെ ശതമാനം. എത്ര ശതമാനം മരണച്ചുറ്റുള്ള മുറി? 1/5 into 100. ആകെ മുറികളുടെ എണ്ണം 5, അതിൽ 1 മരണച്ചുറ്റാണ്. 1/5 into 100 20% വരും. അപ്പൊ 20% മരണച്ചുറ്റാണെങ്കിൽ മൂല്യം എത്രയാണെന്ന് ടേബിൾ നോക്കൂ. 20% മരണച്ചുറ്റ് മൂല്യം എത്ര വരും?
ടേബിളിൽ നോക്കി പറയും, പെട്ടെന്ന് പറയാൻ പഠിക്കണം. 1 കറക്റ്റ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അതിൽ ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ മനസ്സിലായില്ലേ ചോദിക്കണം. ഇത് ടേബിളിൽ നിന്നാണ്. അപ്പോൾ മൂല്യ സമം 1. അപ്പോൾ ആ മൂല്യ ശതമാനം, അപ്പം മൂല്യം 1. അപ്പം പിന്നെ ആകെ മൂല്യം 5. ആദ്യത്തെ ഉത്തമത്തിന് 5, മധ്യമത്തിന് 4, മരണത്തിന് 1. അപ്പോൾ 5ഉം 4ഉം 1 കൂടെ കൂട്ടുക. 5, 4, 9, 10 ആകെ മൂല്യം. 3 ആകെ മൂല്യം. ഇപ്പം ശരാശരി മൂല്യം കാണി 10/3 ശരാശരി മൂല്യം കാണാം. അപ്പോൾ 3 കൂടെയാണ് 10. അപ്പോൾ ശരാശരി പറഞ്ഞാൽ 10/3. അപ്പോൾ 3.33 കിട്ടും. അപ്പോൾ 3.33 ഔട്ട് ഓഫ് 8 ആണ്. അപ്പോൾ അതിൻ്റെ മൂല്യ ശതമാനം 3.33/8 × 100 കാരണം 3ൻ്റെ കൂടെ ആകെ മൂല്യം നോക്കി, ആകെ ഉള്ളതിൻ്റെ ശരാശരി മൂല്യം നോക്കി 10/3 വരും. 3 10/3 വരും ശരാശരി മൂല്യം. മൂല്യ ശതമാനം 3.33/8 × 100. അപ്പോൾ അത്ര വരും 41.63%. 41.63%. കേസ് 2 41.63% കറക്റ്റ്. അപ്പോൾ ഇത് ചെയ്യാൻ മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഇതുപോലെ ഈ ടേബിള് നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ടേബിൾ തരും. ഈ ടേബിൾ തരും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. 41.63% അണ്ടർലൈൻ ചെയ്യുക. അതൊരു ആൻസറായിട്ട് വരും. അപ്പോൾ നമ്മൾ 5A ആണ്. പിന്നെ അടുത്ത 5A. ഇനി ബെഡ്റൂം സെക്കൻഡ് 5 അടുത്തത് ബെഡ്റൂം. 5A അല്ല, B അല്ല, നോട്ട്. ബെഡ്റൂം 1. ഇത് നമ്മൾ ഇത് തന്നെ 5A നമ്മൾ ചെയ്തുകൊണ്ട മണക്കാട് ഡ്രോയിങ് എടുക്കണം. നമ്മൾ അതിൻ്റെ കൂടെ ചെയ്ത് ഇതിപ്പോൾ 5A എന്തോ അത് മനസ്സിലായി. അതിൻ്റെ 5 മണക്കാട്ട് ഇതെടുക്കുക, അതുകൂടെ ചെയ്തുകൊണ്ട് പോകണം. മണക്കാട്ട് ഡ്രോയിങ് എടുക്കുക എല്ലാവരും. എടുത്തോ? മണക്കാട്ട് ഡ്രോയിങ് എടുത്തോ എല്ലാവരും? നമ്മൾ അതിൻ്റെ ഓരോന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലാണ്. അപ്പോൾ ബെഡ്റൂം 1 എത്രയാണ്? ചുറ്റെത്രയാണ്? അതിൻ്റെ സൈസ് എത്രയാണ് പറയുക? ബെഡ്റൂം 1ൻ്റെ എല്ലാവരുടെയും ഉണ്ടോ ഡ്രോയിങ്? നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോന്നും പഠിക്കുമ്പോൾ അത് ഈ ഒരു ഡ്രോയിങ് വെച്ചുകൊണ്ട് അത് ചെയ്യുകയാണ്. എന്നാലേ നമുക്ക് ആക്ച്വലായി ചെയ്യാൻ മനസ്സിലാവുള്ളൂ. ബെഡ്റൂം 1ൻ്റെ ചുറ്റെത്രയാണ്? അതിൻ്റെ അളവ് എത്രയാണ് ബെഡ്റൂം 1ൻ്റെ? ആകെ ഒരു ബെഡ്റൂമേ ഉള്ളൂ ഇതിനകത്ത്. 402 അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 1427.5 നിങ്ങൾ ചെയ്തോളൂ. 402 അളവ് അതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ 402 311.75 കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1427.5 സെന്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇത് ഉത്തമമാണോ, മധ്യമമാണോ, അധമമാണോ, അതോ മരണച്ചുറ്റാണോ, അതോ മറ്റു ചുറ്റുകളാണോ നമ്മൾ നോക്കണം. അപ്പോൾ അതെങ്ങനെ നോക്കും? ആദ്യം നമ്മൾ പിന്നെ ഇതിനകത്ത് ഒന്നാമത്തെ ബുക്കിൽ കൈക്കണക്ക് പട്ടി എടുക്കുക. കൈക്കണക്ക് പട്ടി എടുത്തിട്ട് 1427 ഏത് പേജ് എല്ലാവരും എടുക്കുക. കൈക്കണക്ക് പട്ടിയാണ് 1427.5. 1427.5 എന്നുള്ളത് 65-ാമത്തെ പേജ് വരും. എൻ്റെ ബുക്കിൽ ചിലപ്പോൾ ഒരു പേജ് വ്യത്യാസം വരും. നിങ്ങൾക്ക് 65-ാമത്തെ കൈക്കണക്ക് പട്ടികയിൽ 65-ാമത്തെ പേജ് എടുക്കുക. എല്ലാവരും എടുത്തോ? അത് നോക്ക്. 1427.5 എന്നുള്ള ചുറ്റിനകത്തുണ്ടോ? 1176 കഴിഞ്ഞ് 1464. അപ്പോൾ അതിനിടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഉത്തമമോ മധ്യമമോ അധമമോ ആണെങ്കിൽ ഇതിനകത്ത് കാണും. ഉത്തമം, മധ്യമം, അധമം ഇതിലേത് വന്നാലും പിന്നെ ഈ കൈക്കണക്ക് പട്ടിയെ കാണും. അതേസമയം ഇത് 3 മരണച്ചുറ്റാണെങ്കിൽ മരണച്ചുറ്റ അളവുകളുടെ പ്രത്യേകമുണ്ട്, അതിലും കാണും. ഇത് ഒന്നിലും ഇല്ലെങ്കിൽ മറ്റു ചുറ്റുകൾ. അത് ക്ലിയർ ആയാലും എല്ലാവർക്കും? ആദ്യം നമ്മൾ 1400 ഈ ചുറ്റിൽ ഇതിനകത്ത് ഉത്തമമോ മധ്യമോ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫലം എന്നുള്ളത് ഉത്തമം, മധ്യമോ, അധമം ഇങ്ങനെ 3 ഫലമേ ഉള്ളൂ.
അപ്പോൾ ഇത് 1427.5 എന്നുള്ളതിനകത്ത് ഇല്ല. ഇതിനകത്ത് പിന്നെ 65-ാമത്തെ പേജ് നോക്കിയാൽ അറിയാം 1176 കഴിഞ്ഞാൽ പിന്നെ 1464 ഉള്ളൂ. അതിനിടയ്ക്കാണ് ഇത് വരുന്നത്. 1176 1464 ഉള്ളൂ. അത് കഴിഞ്ഞ് അതുകൊണ്ട് മരണച്ചുറ്റാണ്. അപ്പോൾ ഉത്തമവും മധ്യമോ അധമവും അല്ല. ഉടനെ പിന്നെ മരണച്ചുറ്റ ഇളവുകൾ എടുക്കുക. മരണച്ചുറ്റ ഇളവ് നോക്കുക. മരണച്ചുറ്റ ഇളവുകൾ എന്നുള്ളത് 81-ാമത്തെ പേജിലുണ്ട്. എല്ലാവർക്കും അറിയാം. 51-ാമത്തെ പേജിൽ 1427, അതായത് 1215 മുതൽ 1458 വരെയുള്ള എല്ലാം മരണച്ചുറ്റാണ്. ഇതിനകത്ത് അത് നമുക്ക് പറയാം. അപ്പൊ ഇത് മരണച്ചുറ്റാണ്. അപ്പൊ ബ്രാക്കറ്റിൽ മരണം. ബെഡ്റൂം 1, ഇതിനകത്ത് ഒരു ബെഡ്റൂമേ ഉള്ളൂ. പിന്നെ അടുക്കളയുണ്ട്. ബെഡ്റൂം, അടുക്കള, പൂജ, ഇത് മൂന്നാണ് പ്രത്യേകമായിട്ടുള്ളത്. അപ്പൊ അടുക്കളയുണ്ട്. കിച്ചൺ, ഒരു കിച്ചൺ, അതാണ് 1 കിച്ചൺ 1. അതിന്റെ ചുറ്റെത്ര വരും? അതിന്റെ അളവ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഡ്രോയിങ്ങിൽ എഴുതിയിട്ടുണ്ട്. 322 × 230.25. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കണം. 322 230.25 കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അംശമുണ്ട്. അപ്പൊ നമുക്ക് 1104.5 കിട്ടും. ഇനി അത് ഏതാണെന്ന് ചോദിക്കും. ഉത്തമം, മധ്യമം, അധമം, മരണം, മറ്റു വിറ്റുകൾ, ഇതിലേതാണെന്ന് നോക്കി പറയും പെട്ടെന്ന്. എല്ലാവരും നോക്കണം. ആർക്കെങ്കിലും അതിലൂടെ പറയണം. 1104.5. ഉത്തമം, മധ്യമം, അധമം, മരണം, ഇത് ഇത്രയാണ് നോക്കിയിട്ട് ഇതൊന്നും അല്ലെങ്കിൽ മറ്റു വിറ്റുകൾ. പെട്ടെന്ന് നോക്കാം. ഒരു മിനിറ്റ്, ഒരു അരമിനിറ്റ് മതി നോക്കാൻ. ഈ പുസ്തകം ഉണ്ടെങ്കിലോ അതിൽ വല്ലതും പറഞ്ഞോ? മറ്റു ചുറ്റുകളല്ല. കാരണം ഉത്തമത്തിൽ, അതായത് പേജ് നമ്പർ 1104 ആകുമ്പോൾ 65-ാമത്തെ പേജ് തന്നെ. 65-ാമത്തെ പേജിൽ പിന്നെ 1080 കഴിഞ്ഞാൽ പിന്നെ 1128 ആണ്. 1080-നും 1128-നും ഇടയ്ക്കാണ് 1104.5 വരുന്നത്. അപ്പോൾ അത് ഉത്തമമോ മധ്യമോ അധമോ ആണ് ഇതിനകത്ത് കാണണം. അപ്പോൾ അത് മൂന്നും അല്ല. ഉത്തമവും അല്ല, മധ്യമവും അല്ല, അധമവും അല്ല. മരണച്ചുറ്റാണെന്ന് മരണച്ചുറ്റളവ് നോക്കുക. മരണച്ചുറ്റളവ് തുടങ്ങുന്നത് തന്നെ 1215-ലാണ്. അത് ഈ കുറവാണിത്. അപ്പോൾ അത് മരണച്ചുറ്റുമല്ല. അപ്പോൾ നമ്മൾ ഇതൊന്നും അല്ലെങ്കിൽ മറ്റു വിറ്റുകൾ. അപ്പോൾ ഇത് മറ്റു വിറ്റുകൾ എഴുതുക. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഉത്തമം, മധ്യമം, അധമം, മരണം അല്ലെങ്കിൽ മറ്റു വിറ്റുകൾ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇനി അത് നമ്മള് അടുക്കള പൂജാമുറി ഉണ്ടോ ഇവിടെ? കാരണം ബെഡ്റൂം, കിച്ചൺ, പൂജാമുറി, ഇത് മൂന്നാണ് എടുക്കുന്നത്. പൂജാമുറി ഉണ്ടോ ഡ്രോയിങ്ങില്? മണക്കാട് പറയാ. പൂജാറൂമില്ല. ഇല്ല, പൂജാമുറി ഇല്ല. പൂജാ റൂം നിൽ, അത് എഴുതുക. അത് നമ്മൾ എഴുതണം. ഇത് മൂന്നും ഇതിനകത്ത് വരണം. ബെഡ്റൂം ഉണ്ട് ഒരെണ്ണം, കിച്ചൺ ഉണ്ട് ഒരെണ്ണം, പൂജാമുറി ഉണ്ട്, പൂജാമുറി ഇല്ല, നിൽ. അപ്പൊ ആകെ മുറികളുടെ എണ്ണം എത്രയാണ്? ആകെ മുറികളുടെ എണ്ണം ഈ ടേബിളിൽ വരുന്നത് 2. അപ്പൊ ആകെ മുറികൾ 2. അപ്പൊ അതില് പിന്നെ ഒരെണ്ണം മരണച്ചുറ്റ്, ഒരെണ്ണം കിച്ചനുമാണ്. അത് 50%. ആകെ 2 മുറിയെ ഉള്ളിൽ ഒരു മുറി മരണച്ചുറ്റ്. അപ്പൊ 50% മരണച്ചുറ്റാണ്. ഒരു മുറി കിച്ചൺ 2-ല്. അപ്പൊ അത് 50% മറ്റു ചുറ്റുകളാണ്. അപ്പൊ അതായത് അപ്പൊ ഈ 50% മരണമാണെങ്കിൽ ഇതിന്റെ ഇതെത്ര നോക്കൂ ടേബിളില്. 50% മരണമാണെങ്കിൽ അതിന്റെ പിന്നെ മൂല്യം എത്രയാണെന്ന് നോക്കൂ. 50% മരണം 0.5. അപ്പൊ അത് 0.5 നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 50% പിന്നെ മറ്റു വിറ്റുകളിൽ എത്രയാന്ന് നോക്കും. കാരണം അടുക്കള 2-ൽ-1 പകുതി 50%. 50% മറ്റു വിറ്റുകളാണ് എത്രയാണെന്ന് നോക്കൂ. 2.5. അപ്പൊ 0.5-ഉം 2.5-ഉം വരും. അപ്പൊ അതിന്റെ ശരാശരി എടുക്കണം. അപ്പൊ അതാണ് 0.5 + 2.5 ÷ 2. 0.5-ഉം 2.5 കൂട്ടുമ്പോൾ 3 വരും. 2 അരയും കൂടെ കൂട്ടുമ്പോൾ 3. 3/2 1.5. അപ്പൊ 1.5 നമുക്ക്. അപ്പൊ 1.5 എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 8 ആണ്. അപ്പോൾ മൂല്യ ശതമാനം സമം 1.5 ÷ 8 × 100 സമം 18.75% കിട്ടും. 5A. എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം എങ്ങനെയാ കിട്ടിയെന്നുള്ളത്.
അതൊക്കെ കാര്യം മനസ്സിലാക്കിയത് വളരെ ഈസിയാണിത്. 5A ഈ മണക്കാട്ട വീടിന് നമുക്ക് കിട്ടിയ ശതമാനം 18.75. ഓക്കെ, അപ്പൊ അടുത്തത് 5B ആണ്. 5Bയുടെ ടേബിൾ എഴുതുക. കാരണം മറ്റു മുറികളാണ് ഈ അടുക്കളയും പൂജാമുറിയും ബെഡ്റൂമും അല്ലാതെ മറ്റുള്ള മുറികൾ. അപ്പൊ അതിന്റെ ടേബിൾ ഇങ്ങനെയാണ്: 5B റൂംസ്, ഉത്തമം, മധ്യമം, നേരത്തെ ഉള്ളതുപോലെ തന്നെ അധമം, മരണം, മറ്റു യൂറ്റുകൾ, ഡൈനിങ്, ഇതെല്ലാം ഈ 3, അതായത് ബെഡ്റൂമും അടുക്കളയും പൂജാമുറിയും അഴിച്ചു ബാക്കി എല്ലാ മുറിയും അതിനകത്ത് വരും. ഉദാഹരണത്തിന് ഡൈനിങ്, ലിവിങ്, ഡ്രോയിങ്, ഓഫീസ് റൂം, ലൈബ്രറി എക്സെട്ര. പിന്നെ വേറെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതും എല്ലാം അതിനകത്ത് വരും. പക്ഷെ നമ്മൾ സ്റ്റോറിൻ്റെയും ടോയ്ലറ്റിൻ്റെയും ഓപ്പൺ സിറ്റ് ഔട്ടിൻ്റെയും ഓപ്പൺ വർക്ക് ഏരിയ അങ്ങനത്തെ ഒന്നും നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു. പെർസെൻറ്റേജ് 100, 75 എബോവ് 100. ഇവിടെ 100% ആണ് 7. 100% ഉത്തമമാണെങ്കിൽ 7, 100% മധ്യമമാണെങ്കിൽ 6, 100% അധമമാണെങ്കിൽ 5, 100% മരണമാണെങ്കിൽ 0.1, 100% മറ്റു വിറ്റുകളാണെങ്കിൽ 0.8, 50 എബോവ് 75 എബോവ് 75% അതിൽ കൂടുതലുമാണെങ്കിൽ 100% 75% ഉത്തമമാണെങ്കിൽ 6, മധ്യമം 5, അധമം 4, മരണം 0.2, മറ്റു വിറ്റുകൾ 1. ഇത് 50 ആൻഡ് എബോവ്, 50% ആൻഡ് എബോവ്. ഉത്തമത്തിന് 5, മധ്യമത്തിന് 4, അധമത്തിന് 3, മരണം 0.3, മറ്റു വിറ്റുകൾ 2. അടുത്ത 25 എബോവ്, 25% ആൻഡ് എബോവ്. ഉത്തമം 4, മധ്യമം 3, അധമം 2, മരണം ചുറ്റ് 0.5, മറ്റു വിറ്റുകൾ 3. അടുത്ത 0 ആൻഡ് എബോവ്. ഉത്തമം 8, ഉത്തമം 3, മധ്യമം 2, അധമം 1, മരണം 0.75, മറ്റു വിറ്റുകൾ 4. ഇതാണ് അതിൻ്റെ ടേബിൾ. ഇനി അത് നമ്മൾ പിന്നെ ഇത് നോക്കാം. ഈ നമ്മൾ പിന്നെ എക്സാമ്പിൾ നോക്കാം. ആകെ മൂല്യം കണക്കാക്കുന്നത് നേരത്തെ 5A ചെയ്തതുപോലെയാണ്. അത് പ്രത്യേകം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനകത്ത് കുറേ എക്സാമ്പിൾ നമ്മൾ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിനകത്ത്, വേറെ വ്യത്യാസമൊന്നുമില്ല. ആകെ അപ്പോൾ ഇതൊന്ന് എഴുതിക്കോളൂ. ആകെ മൂല്യം കണക്കാക്കുന്നത് 5A ചെയ്തതുപോലെ, ആകെ മൂല്യം കണക്കാക്കുന്നത് 5A ചെയ്തതുപോലെ. നമുക്ക് ഇതിനകത്ത് ആകെ എഴുതിയപ്പോൾ എക്സാമ്പിൾ ചെയ്യണം. എക്സാമ്പിൾ എങ്ങനെ ചെയ്യും? ഇത് 5B ആണ്. ഇവിടെ ഡ്രോയിങ് മുറിയും ഹാളും എല്ലാം ഒറ്റ മുറിയേ ഉള്ളൂ. ഡ്രോയിങ് നോക്കുക, അത് മണക്കാടിൻ്റെ ഡ്രോയിങ് നോക്കുക. മണക്കാടിൻ്റെ ഡ്രോയിങ്ങിൽ ബെഡ്റൂമും അടുക്കളയും കഴിഞ്ഞു. അതല്ലാതെ ടോയ്ലറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഓപ്പൺ സിറ്റ് ഔട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഒറ്റ മുറിയേ ഉള്ളൂ. അതായത് ഡ്രോയിങ് കം ഡൈനിങ് കം എല്ലാം കൂടെ ഒറ്റ മുറി. അല്ല, അത് വേറെ ഉണ്ടോ? ഡ്രോയിങ് നോക്കി പറയുക. ടോയ്ലറ്റ്, വെളിയിലുള്ള ടോയ്ലറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ടോയ്ലറ്റ് അല്ലെങ്കിലും ടോയ്ലറ്റ് നോക്കണ്ട. ടോയ്ലറ്റ്, പിന്നെ ഓപ്പൺ സിറ്റ് ഔട്ട്, ഓപ്പൺ പിന്നെ വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ അത്, സ്റ്റോർ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട മുറികൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഡ്രോയിങ് മുറിയും ഹാളും ഒറ്റ മുറിയായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റെടുക്കണം. ആ മുറിയുടെ ആ ഒരു സ്റ്റെയർ കേസും എല്ലാം കൂടെ ആ മുറിയുടെ ചുറ്റ് അതെങ്ങനെയാണ് നോക്കുക. ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിച്ചാൽ ചുറ്റെടുക്കേണ്ട എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലായിരിക്കണം. അതാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുടങ്ങുക. നമ്മൾ ആ ഡ്രോയിങ് റൂം എഴുതിയിട്ടുണ്ടല്ലോ, 363 എഴുതിയിരിക്കുന്ന എല്ലാവരും കാണാമല്ലോ അല്ലേ? ഡ്രോയിങ് എടുത്തിട്ട് ഡ്രോയിങ് റൂം എഴുതിയിട്ട് മോളി 363 എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതുപോലെ എടുക്കുക. 363 പ്ലസ്, അത് മനസ്സിലായോ? 363 ആ ഒരു നീളമാണ്. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കുക. ഇനി അതിന് താഴോട്ട് നിങ്ങളിവിടെ എഴുതിക്കോളൂ. 363 പ്ലസ് ആ ചുറ്റെടുക്കുന്നത്, ആ മുറിയുടെ ചുറ്റെടുക്കുന്നത് 156.75. അത് മനസ്സിലായല്ലോ? താഴോട്ട് 150. പിന്നെ അതിന് വലതുവശത്തോട്ട് വലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ 179.75, 179.75. പിന്നെ പ്ലസ് താഴോട്ടുള്ളത് 109.5. ഡ്രോയിങ് നോക്കിയാൽ മതി. അതിനകത്ത് ഡ്രോയിങ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. ഡ്രോയിങ് ഉണ്ടെങ്കിലേ ഒക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രോയിങ് കയ്യിൽ വേണം. 109.75. ഇനി അടുത്ത ആ ഒരു ഭിത്തിയാണ് വരുന്നത്. ആ ഭിത്തി കറങ്ങി വരണ്ട. കാരണം 75 സെന്റിമീറ്റർ എങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങിയെടുക്കാവൂ.
അല്ലെങ്കിൽ നമ്മൾ നേരെ എടുക്കണം. അപ്പോൾ ആ ഭിത്തിയുടെ ഘനം നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, ഇവിടെ 25 സെന്റിമീറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 25 25 അത് ഭിത്തിയുടെ ഘനമാണ്. ആ സ്റ്റെയർ കേസിന്റെ ചേർന്നുള്ള ഭിത്തിയാണ്. ആ ഭിത്തിയുടെ ഘനം 25 പ്ലസ് പിന്നെ സ്റ്റെയർ കേസ് അവിടുത്തെ നീളം നോക്കുക 398 അല്ലേ. 25 പ്ലസ് 398 വരും. 398 പ്ലസ് പിന്നെ ഏത് വരും 386.75. ആ താഴത്തെ ഹാളിന്റെ ആ വീതി വരും 386.75. 386.75 പ്ലസ് പിന്നെ 257 അടുത്ത അളവ്. എല്ലാവർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. 257 പ്ലസ് അടുത്തത് 347.5 ഡ്രോയിങ്ങിലുണ്ട്. 347.5 പ്ലസ് അടുത്ത 136.25 136.25 പ്ലസ് പിന്നെ അടുത്ത നീളം എടുക്കുമ്പോൾ എങ്ങനെ എടുക്കും നമുക്ക്? അതായത് 764 ടോട്ടൽ നീളത്തിൽ നിന്ന് 542.25 കുറച്ചാൽ നമുക്ക് ഇവിടെ ആ ഭിത്തി കൂടെ കയറി പോകണ്ട. അവിടെ ഭിത്തിയുടെ ക്രോസ് ചെയ്ത് 25 കൂടെ ക്രോസ് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ 764 മൈനസ് 542.25 അപ്പോൾ പ്ലസ് 764 മൈനസ് 542.25 പിന്നെ പ്ലസ് 267 വരും. അത് മനസ്സിലായോ അതെങ്ങനെയാന്ന്? 764 മൈനസ് 542.25 വരുമ്പം പിന്നെ സ്റ്റെയർ കേസ് ആ മുറിയുടെ ആ ടോയ്ലറ്റിന്റെ ഇപ്പുറത്തെ ഭിത്തി കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ മറ്റേ ബെഡ്റൂമിന്റെ ഭിത്തിയുടെ ഔട്ട്സൈഡ് വരെയുള്ള ആ അളവ് കിട്ടും. 767 ടോട്ടൽ. അതിൽ നിന്ന് 552.25 കുറച്ചാൽ പിന്നെ 264 കൂട്ടുക. അത് 25 ഭിത്തികരമുണ്ട്. അവിടെ ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തി കഴിഞ്ഞിട്ട് 264. അപ്പോൾ നമുക്ക് ടോട്ടൽ ചുറ്റളവ് കിട്ടും. ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ആ ഡ്രോയിങ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഡ്രോയിങ് നോക്കി ചെയ്യണം. മനസ്സിലായല്ലോ? എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ പറയുക. ഹലോ, ആർക്കും മനസ്സിലായില്ല? അൺമ്യൂട്ട് ചെയ്ത് പറയുക ആർക്കും മനസ്സിലായെങ്കിൽ. സമയം വെറുതെ കളയണ്ട. കേൾക്കുന്നുണ്ടോ പറയുന്നേ? പറയുന്ന കേൾക്കുന്നു സാറേ. അത് കറക്റ്റ് ആയിട്ട് ആ ഫിഗർ നോക്കാൻ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അല്ല, ഇതിനകത്ത് കാണുന്നില്ല. ഡ്രോയിങ് കണ്ടൂടെ? ഡ്രോയിങ് നോക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് സാർ. ഡ്രോയിങ് നോക്കണം. ഞാൻ എഴുതിയ ശരിയാണെന്ന് നോക്കണം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ആ ഒരു മുറി, ആ ഡ്രോയിങ് റൂം കം ഹാൾ എല്ലാം കൂടെ ചേർന്ന് ആ ഒരു മുറിയുടെ ചുറ്റളവാണ് നോക്കുന്നത്. ആ മുറിയുടെ ചുറ്റളവ് അതാണ് നമ്മൾ ഓരോ വശത്ത് അതിന് നീളം ഇങ്ങനെ ഓരോ എഴുതി കൂട്ടുമ്പോൾ നമുക്ക് ആ ടോട്ടൽ കിട്ടും. അങ്ങനെ എടുക്കണ്ട. ഒരു 3 മുറികൾ. ഒന്നാ ഡ്രോയിങ് റൂം, പിന്നെ നടുക്കത്തെ ഒരു ഹാള് പോലത്തത്, പിന്നെ ഇപ്പുറത്തെ ഒരു ഡൈനിങ് റൂം, ഇതെല്ലാം സ്റ്റെയർ കേസ് റൂം എല്ലാം ഒറ്റ ഇതായിട്ട് കിടക്കുക. അതെല്ലാം ഒറ്റ മുറിയാണ്. അതിനിടയ്ക്ക് വേറെ കഥ ഉണ്ടെങ്കിൽ വേറെ മുറിയാവും. വേറെ കഥവൊന്നുമില്ല. ഭിത്തി അതിനിടയ്ക്ക് ഭിത്തി നേരിട്ട് വന്ന് അതിനെ ക്ലോസ് ചെയ്തങ്ങ് പോകും. ഇത് ക്ലിയർ ആയോ? എങ്ങനെയാ കിട്ടുന്നതെന്ന് ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ലേ? വീട്ടിൽ പോയി ഈ ഡ്രോയിങ്ങിന്റെ ഫോട്ടോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അയച്ചിട്ടുണ്ടോ? ചോദിച്ച ആർക്കും ഉത്തരവില്ല. എന്ത് ചെയ്യാനാ? അപ്പൊ ഇതെല്ലാം വരച്ചെടുത്തായിരുന്നു സാർ. വരച്ചെടുത്ത ഫോട്ടോ അയച്ചു തന്നോ? ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് സാർ. ഗ്രൂപ്പിൽ ഒരിക്കൽ ഇട്ടതാണെന്നാണ് എന്റെ ഓർമ്മ. അതില്ലെന്നുണ്ടെങ്കിൽ നാളെ നോക്കട്ടെ. നാളെ ഇടാൻ നോക്കാം. ഗ്രൂപ്പിൽ നിന്ന് ഇടാൻ നോക്കാം എന്റെ ഫോട്ടോ. അഥവാ ഇല്ലെങ്കിൽ ആ ഫോട്ടോ നോക്കണം. വരച്ചത് നോക്കി അത്ര ക്ലിയർ ആയെന്ന് വരില്ല. പക്ഷെ ഫോട്ടോ നോക്കിയാൽ ക്ലിയർ ആയിട്ട് വരും. അപ്പൊ ടോട്ടൽ എല്ലാം കൂടെ വരുമ്പോൾ ആ മുറിയുടെ ഡ്രോയിങ് ആ ഹാൾ ഒറ്റ മുറിയേ ഉള്ളൂ. ആ മുറി. അപ്പൊ അതിന്റെ ചുറ്റളവ് 2870.25 സെന്റിമീറ്റർ. ഇത് ഉത്തമമാണോ, മധ്യമമാണോ, അധമമാണോ, മരണചുറ്റാണോ, മറ്റു ചുറ്റാണോ എന്ന് പറയണം. നിങ്ങൾ പെട്ടെന്ന് നോക്കി പറയും. ഈ 2870.25 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 2870 ഉത്തമമായിട്ട് കിട്ടിയാൽ ഉത്തമം നമ്മൾ എടുക്കാം. 0.25 സെന്റിമീറ്റർ ഒക്കെ നമുക്ക് മെഷർമെന്റിലൊക്കെ വ്യത്യാസം വന്നു വരും. 2870 എന്ന് പറയുന്നത് ഉത്തമമോ, മധ്യമമോ, അധമമോ, അതോ മരണചുറ്റോ, അതോ ഇതൊന്നും അല്ലെങ്കിൽ മറ്റു ചുറ്റുകളോ ആണെന്ന് ഏതാണെന്ന് പെട്ടെന്ന് നോക്കി പറയാം. മറ്റു ചുറ്റുകളിൽ വരും സാർ. കാരണം ഇത് പിന്നെ 2870 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൈക്കണക്ക് പറ്റി എടുക്കുകയാണെങ്കിൽ 2870 2808 കഴിഞ്ഞ് 2856 ഉണ്ട്. അത് കഴിഞ്ഞ് 2856 കഴിഞ്ഞാൽ 2904 ഉള്ളൂ. അതിനിടയ്ക്ക് വരും ഇത്.
അപ്പോൾ ഇതിനകത്തില്ല, കൈക്കണക്ക് പട്ടികയില്ല. അപ്പോൾ ഉത്തമവും മധ്യമവും അധമവും അല്ല. മരണച്ചുറ്റി നോക്കുക. മരണച്ചുറ്റിലെ അല്ല, അപ്പോ മറ്റു ചുറ്റുകൾ. മരണച്ചുറ്റി നോക്കുമ്പം മരണച്ചുറ്റളവുകൾ, അതായത് 81ാമത്തെ പേജിൽ മരണച്ചുറ്റി നോക്കുമ്പം 2673 വരെ മരണച്ചുറ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 3600 ഉള്ളൂ. അപ്പം മരണച്ചുറ്റല്ല, അത് നോക്കാം. അപ്പം മറ്റു ചുറ്റുകൾ വരും. അപ്പം മറ്റു ചുറ്റുകൾ ഇത് പിന്നെ ഇതിനകത്ത് മറ്റു ചുറ്റുകൾ. അപ്പോൾ ആകെ ഒരു മുറി, ആ ഒരു മുറി മറ്റു ചുറ്റുകളാണ്. അപ്പോൾ എത്ര ശതമാനമാണ് മറ്റു ചുറ്റുകൾ പറയാമോ? ആകെ ഒരു മുറിയേ ഉള്ളൂ. ഇത് കൂടെ നമ്മൾ മറ്റേ ബെഡ്റൂമും കിച്ചണും ഒക്കെ എടുത്തു കഴിഞ്ഞ് ബാക്കി ഒറ്റ മുറിയേ ഉള്ളൂ. ആ ഒരു മുറിയിൽ അത് മറ്റു ചുറ്റുകളാണ്. അപ്പോൾ എത്ര ശതമാനമാണ് മറ്റു ചുറ്റുകൾ? 100%. ഒരു മുറിയാണേ ഉള്ളൂ ആകെ. ആ ഒരു മുറി മറ്റു ചുറ്റുകളാണ്. അപ്പോൾ 100% മറ്റു ചുറ്റുകളാണ്. ആകെ ഒരു മുറി, അത് മറ്റു ചുറ്റുകളിൽ പെടുന്നു. വേണമെന്ന് എഴുതിക്കോളൂ. ആകെ ഒരു മുറിയേ ഉള്ളൂ, അത് മറ്റു ചുറ്റുകളിൽ പെടുന്നു. അപ്പൊ മൂല്യം സമം, ടേബിൾ നോക്കുക. 100%. ഇപ്പൊ നമ്മൾ രണ്ടാമത് എഴുതിയതിനകത്ത് 0.8 ആയിക്കോട്ടെ. അത്ര ഒരു മുറി, അത് മറ്റു ചുറ്റുകൾ 100%. 0.8 മൂല്യം 0.8. അപ്പം പിന്നെ മൂല്യ ശതമാനം 0.8 ഡിവൈഡ് ബൈ 8 into 100, 10%. ഓക്കെ. അപ്പം 5B ആയി. അടുത്തത് ആറാമത്തത്. അപ്പോൾ 5A എന്ന് പറയുന്നതും 5B എന്ന് പറയുന്നതും ഉൾച്ചുറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്ന് 5A എന്ന് പറയുന്നത് അടുക്കള, പൂജാമുറി, അതുപോലെ പിന്നെ ബെഡ്റൂം. ഇത് മൂന്ന്. ബാക്കിയുള്ള മുറികളെല്ലാം കൂടെ 5Bയിൽ. ഇനി അടുത്ത 6. 6 എന്ന് പറഞ്ഞാൽ അപൂർണമായ മൂല. മിസ്സിംഗ് കോർണർ. അത് ഔട്ട് ഓഫ് 8 ആണ്. എഴുതിക്കോളൂ. 6 അപൂർണമായ മൂല, മിസ്സിംഗ് കോർണർ, ഔട്ട് ഓഫ് 8. അതിന്റെ ടേബിളിലൂടെ എഴുതിക്കോളൂ. നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. നോർത്ത് ഈസ്റ്റ് മിസ്സിംഗ് ആണെങ്കിൽ, മിസ്സിംഗ് കോർണർ, നോർത്ത് ഈസ്റ്റ് കോർണർ മിസ്സിംഗ് ആണെങ്കിൽ 3 ആണ് മൂല്യം. ഔട്ട് ഓഫ് 8 ആണ്, 3 ആണ് മൂല്യം. സൗത്ത് ഈസ്റ്റ് ആണ് മിസ്സിംഗ് എങ്കിൽ അത് 3 ആണ് മൂല്യം. സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ, സൗത്ത് വെസ്റ്റ് ആണ് ഏറ്റവും ദോഷം, 1 ആണ് മൂല്യം. മിസ്സിംഗ് ആണെങ്കിൽ, സൗത്ത് വെസ്റ്റ് മിസ്സിംഗ് ആണെങ്കിൽ. നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ 3 ആണ്. ഇതൊന്ന് എഴുതിക്കോളൂ ടേബിള്. ഈ അപൂർണമായ മൂല മാത്രം മറ്റുള്ളവരായിട്ട് ഒരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പെർസെൻറ്റേജ് എടുക്കുമ്പം സാധാരണ പെർസെൻറ്റേജ് എടുക്കുന്ന പോലെ അല്ല ഇത് എടുക്കേണ്ടത്. അത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതൊരു ചെറിയ വ്യത്യാസമുണ്ട്. അത് വേറെ ഒന്നിനും അതില്ല. അപൂർണമായ മൂല അല്ലാതെ മറ്റൊന്നിനും ആ വ്യത്യാസമില്ല. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇത് അപൂർണമായ മൂലയ്ക്ക് ഒരു വ്യത്യാസമുള്ളത് പറഞ്ഞുതരാം. ഏതുണ്ട് അത് എഴുതാൻ പറ്റട്ടെ. പോയല്ലോ, മോളിപ്പോയോ? സെക്കൻഡ് 246 അല്ലേ? വസ്തുവാചാര്യ KGB2 246.
ഇതുവരെയാണ് അപൂർണമായ മൂലം. അപ്പൊ ഇവിടെ ടേബിൾ എല്ലാവരും എടുത്ത് എഴുതി കാണുന്നതായിരിക്കുന്നു. അപ്പോൾ ടേബിളായി താഴെ എഴുതിക്കോളൂ. ഇപ്പോൾ ഒരു വീടില് മിസ്സിംഗ് കോർണറേ ഇല്ലാതിരിക്കട്ടെ, എല്ലാ മൂലകളും പൂർണ്ണമാണെങ്കിൽ. അപ്പോൾ അത് എഴുതിക്കോളൂ, എല്ലാ മൂലകളും പൂർണ്ണമാണെങ്കിൽ. ടേബിൾ എഴുതിയിട്ട് അത് താഴെ എഴുതിക്കോളൂ. എല്ലാ മൂലകളും പൂർണ്ണമാണെങ്കിൽ മൂല്യം, എല്ലാ മൂലകളും പൂർണ്ണമാണെങ്കിൽ മൂല്യം 8/8. അത് 8-ലാണ്, അതിൽ 8-ആണ്. ഇത് അപൂർണമായ മൂല്യം ഉണ്ടെങ്കിലാണ് ഈ ടേബിൾ വരുന്നത്. ഒരു മൂല്യം അപൂർണമല്ല, എല്ലാ മൂലകളും പൂർണ്ണമാണെങ്കിൽ നമ്മൾ 8/8 × 100% എഴുതാം. അപ്പൊ എല്ലാ മൂലകളും പൂർണ്ണമാണെങ്കിൽ മൂല്യം സമം, അല്ലെ മൂല്യ സമം 8, മൂല്യ ശതമാനം സമം 8/8 × 100 സമം 100%. ഇതല്ലോ അത്. എല്ലാ മൂലകളും പൂർണ്ണമാണെങ്കിൽ, അടുത്ത പേജിലോട്ട് നോക്കിക്കോട്ടെ. ഇല്ല ഇല്ല. അപ്പം ഇത് ഈ റൈറ്റ് സൈഡിൽ എഴുതിയേക്കുന്നത് എഴുതണ്ട, 3/8 × 100 എഴുതിയേക്കുന്നത് എഴുതണ്ട, അത് പറയാം. ഇപ്പൊ ഈ ടേബിൾ എഴുതിയിട്ട് അതിന് താഴെ എഴുതിക്കോളൂ, എല്ലാ മൂലകളും പൂർണ്ണമാണെങ്കിൽ മൂല്യം സമം, എല്ലാ മൂലകളും പൂർണ്ണമാണെങ്കിൽ മൂല്യം സമം 8, മൂല്യം സമം 8, മൂല്യ ശതമാനം സമം 8/8 × 100 = 8/8 × 100 = 100%. മൂല്യ ശതമാനം സമം 100%. ഇത് ഇനി അടുത്ത താഴെ എഴുതിക്കോളൂ, വടക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ, വടക്ക് കിഴക്കേ മൂല മാത്രം അപൂർണം, വടക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം, വടക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം എത്രയായിരിക്കും നിങ്ങൾ പറയാമോ? വടക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം എത്രയാണ്? 3. ആയിക്കോളൂ. വടക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം 3, മൂല്യ ശതമാനം സമം, മൂല്യ സമം 3. അതിന്റെ താഴെ മൂല്യ ശതമാനം സമം എത്ര വരും? മൂല്യ ശതമാനം 3 ഔട്ട് ഓഫ് 8 ആണ്. അപൂർണമായ മൂല ഔട്ട് ഓഫ് 8. അപ്പോൾ 3/8 × 100. വടക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം 3, താഴെ മൂല്യ ശതമാനം സമം 3/8 × 100 ആണ് 37.5%. ഞാൻ അവിടെ എഴുതിയേക്കുന്നു. 3/8 × 100 അവിടെ എഴുതിയിട്ടുണ്ട്. വടക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം 3 എഴുതിയിട്ട് അതിൻ്റെ അടുത്ത വരി മൂല്യ ശതമാനം സമം 3/8 × 100 എഴുതിയിട്ടുണ്ട്, = 37.5%. മൂല്യ ശതമാനം സമം 37.5%. എഴുതിയല്ലോ അത്. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. അടുത്ത ലൈൻ, തെക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ, തെക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം എത്രയാണ് പറയും? തെക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം എത്ര വരും? 3. അപ്പൊ എഴുതിക്കോളൂ, തെക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം 3. അതിന്റെ താഴെ മൂല്യ ശതമാനം സമം 3/8 × 100 ഈ എഴുതിയേക്കുന്ന തന്നെ. 3/8 × 100 = 37%, 37.5%. അത് സെയിമാണ്. തെക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം 3, മൂല്യ ശതമാനം സമം 3/8 × 100 37.5%. എഴുതിയല്ലോ. അടുത്തത്, തെക്ക് പടിഞ്ഞാറേ മൂല അപൂർണമാണെങ്കിൽ, തെക്ക് പടിഞ്ഞാറേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം എത്രയാണ്? തെക്ക് പടിഞ്ഞാറേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം 1. ടേബിളിലുണ്ട്. തെക്ക് പടിഞ്ഞാറേ മൂല അപൂർണമാണെങ്കിൽ മൂല്യ സമം 1. അതിന് താഴെ മൂല്യ ശതമാനം സമം 1/8 × 100. താഴെ എഴുതിക്കുന്ന എഴുതട്ട, 1/8 × 100. അത് കൊണ്ടുവരാം, ഒരു സെക്കൻഡ്. തെക്ക് പടിഞ്ഞാറേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം 1. ഈ 3/8 × 100 കൂടെ എഴുതിയേക്കാം. 3/8 × 100 = 3. അത് നമ്മൾ പറഞ്ഞതാണ്. തെക്ക് പടിഞ്ഞാറേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം 1. അതിന് താഴെ മൂല്യ ശതമാനം സമം 1/8 × 100. ഇവിടെ 3/8 വരെ 1/8, 3 വരെ 1 ആയിരിക്കും.
1/8 into 100 equal to 12.5%. തെക്ക് പടിഞ്ഞാറേ മൂല്യം അപൂർണമാണെങ്കിൽ മൂല്യം സമം 1, അതിന് താഴെ മൂല്യ ശതമാനം സമം 1/8 into 100 3/8 into 100 1/8 equal to 12.5%. 12.5 12.5%. അത് ഈ കണക്ക്. അടുത്തത് വടക്ക് പടിഞ്ഞാറേ മൂല അപൂർണമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം എത്രയാണ്? 3. വടക്ക് പടിഞ്ഞാറേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം 3. അതിന് താഴെ മൂല്യ ശതമാനം സമം 3/8 into 100. മൂല്യ ശതമാനം സമം 3/8 into 100 എഴുതിയിട്ടുണ്ട്. ഈക്വൽ ടു 37.5%. 37.5%. ഇതൊക്കെ ഒരു മൂല മാത്രം അപൂർണമാണെങ്കിലാണോ? ആദ്യം നമ്മൾ നോർത്ത് ഈസ്റ്റ് എഴുതി, പിന്നെ സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. ഇനി ഒന്നിൽ കൂടുതൽ മൂല അപൂർണമാണെന്ന് വരാം. ചിലപ്പോൾ നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റും ആയെന്ന് വരാം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റും ആയെന്ന് വരാം. അങ്ങനെ വരും. അപ്പോൾ അത് എഴുതിക്കൊടു, താഴെ എഴുതിക്കൊടു. ഒന്നിൽ കൂടുതൽ മൂലകൾ അപൂർണമാണെങ്കിൽ കോമ ഒന്നിൽ കൂടുതൽ മൂലകൾ അപൂർണമാണെങ്കിൽ കോമ പ്രസ്തുത മൂലകളിൽ ഒന്നിൽ കൂടുതൽ മൂലകൾ അപൂർണമാണെങ്കിൽ കോമ പ്രസ്തുത മൂലകളിൽ ഏറ്റവും കുറഞ്ഞ മൂല്യം ഒന്നിൽ കൂടുതൽ മൂലകൾ അപൂർണമാണെങ്കിൽ കോമ പ്രസ്തുത മൂലകളിൽ ഏറ്റവും കുറഞ്ഞ മൂല്യം പരിഗണിക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ മൂലകൾ അപൂർണമാണെങ്കിൽ കോമ പ്രസ്തുത മൂലകളിൽ ഏറ്റവും കുറഞ്ഞ മൂല്യം പരിഗണിക്കേണ്ടതാണ്. ഫുൾ സ്റ്റോപ്പ്. താഴെ ഉദാഹരണം, എക്സാമ്പിൾ താഴെ എഴുതിക്കോളൂ. എത്ര എഴുതി കഴിഞ്ഞല്ലോ? പറഞ്ഞു ഇത്രേ. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഉദാഹരണം, വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും അപൂർണമാണെങ്കിൽ, അതായത് വടക്ക് കിഴക്കേ മൂലയും തെക്ക് പടിഞ്ഞാറേ മൂലയും അപൂർണമാണെങ്കിൽ വടക്ക് കിഴക്കേ മൂലയും തെക്ക് പടിഞ്ഞാറേ മൂലയും അപൂർണമാണെങ്കിൽ മൂല്യം സമം വടക്ക് കിഴക്കേ മൂലയും തെക്ക് പടിഞ്ഞാറേ മൂലയും അപൂർണമാണെങ്കിൽ മൂല്യം സമം വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും. അത് രണ്ടിലും കുറഞ്ഞ മൂല്യം എടുക്കണം. എത്ര കുറഞ്ഞ മൂല്യം? 1. അപ്പോൾ 1 എടുക്കണം. അപ്പോൾ 1. പക്ഷെ ഇവിടെ നമ്മൾ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത്, ഇവിടെ 1/8 എന്ന് എടുത്താൽ പോരാ. രണ്ട് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഒരെണ്ണം എടുത്തപ്പോൾ നമ്മൾ അത് ഇപ്പോൾ നോർത്ത് വെസ്റ്റ് മാത്രം അപൂർണമാണ് 3/8 into 100. സൗത്ത് വെസ്റ്റ് മാത്രം അപൂർണമാണ് 1/8 into 100. അങ്ങനെയാണ് എടുത്തത്. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ എഴുതുമ്പം രണ്ടിൻ്റെ അതായത് ഇങ്ങനെ എഴുതണം. അതായത് 3/8 + 8 into 100 തരണം. ഇതിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ 3 ആണെങ്കിൽ ഇവിടെ ഇപ്പം നമുക്ക് വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും മൂലകൾ അപൂർണമാണെങ്കിൽ മൂല്യം സമം 1 വരും. ഇപ്പോൾ മൂല്യ ശതമാനം എഴുതിയിട്ട് 1/8 + 8 താഴെ 8 + 8 എന്ന് തരണം. 1 ഡിവൈഡഡ്, ഇവിടെ 3 എന്ന് എഴുതിക്കുന്ന മുകളിൽ അതുവരെ അവിടെ 1 എഴുതണം. 1 / 8 + 8 into 100 ഈക്വൽ ടു 1 / 16 into 100. 8 × 8 16 ആണ്. അത് വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും അപൂർണമാണെങ്കിൽ മൂല്യം സമം മുകളിൽ 1 വരാ, താഴെ ഇവിടെ 3 എഴുതിക്കുന്നിടത്ത് 1 വേണം. 3/8 + 8 എന്നതിന് പകരം 1/8 + 8 into 100. 1/8 + 8 into 100 ഈക്വൽ ടു 1/16 into 100. 1/16 into 100 ഈക്വൽ ടു 6.25%. വടക്കും കിഴക്കും അല്ല അങ്ങോട്ട് വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും അപൂർണമാണെങ്കിൽ മൂല്യം സമം 1/8 മൂല്യ സമം 1, മൂല്യ ശതമാനം സമം 1 ഡിവൈഡഡ് ബൈ, ഇവിടെ 3 ഡിവൈഡഡ് ബൈ എന്നുള്ളത് 1 / 8 + 8 into 100 ഈക്വൽ ടു 1/16 into 100 ഈക്വൽ ടു 6.25%. സംശയം ഉണ്ടാകില്ലോ? സംശയമില്ലല്ലോ. അടുത്ത വടക്ക് കിഴക്കും തെക്ക് കിഴക്കും അപൂർണമാണെങ്കിൽ, ഒരു വീട്ടിലെ വടക്ക് കിഴക്ക് മൂല്യം അപൂർണമാണ്, തെക്ക് കിഴക്ക് മൂല്യം അപൂർണമാണ്. അങ്ങനെ വടക്ക് കിഴക്കും തെക്ക് കിഴക്കും അപൂർണമാണെങ്കിൽ മൂല്യം സമം എത്ര വരും? മൂല്യം? ഹലോ, 3. കാരണം 2 3 അപ്പോൾ അതിന് കൂടുതലും കുറവൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞ അളവ് വേണം എടുക്കാൻ. ഇവിടെ 2 കുറഞ്ഞ മൂല്യം എടുക്കണം. ഇവിടെ 2 3 ആയതുകൊണ്ട് 3. അപ്പോൾ 3 ഇപ്പൊ എഴുതിയേക്കല്ലോ, 3 / 8 + 8 into 100 വരും.
മൂല്യ സമം 3, മൂല്യ ശതമാനം ആദ്യം മൂല്യ സമം 3, അതിന്റെ താഴെ മൂല്യ ശതമാനം സമം 3 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 8 ഇൻറ്റു 100 എഴുതാം. മൂല്യം സമം 3, മൂല്യ ശതമാനം സമം, ഇവിടെ മാത്രമേ ഈ ഒരു കാര്യത്തിൽ അപൂർണമായ മൂല്യക്ക് മാത്രമേ 8 പ്ലസ് 8 എന്നുള്ള എടുക്കുകയുള്ളൂ, മറ്റെല്ലാം 8 എടുക്കുകയുള്ളൂ. അതങ്ങനെ എടുത്താലേ ഇത് കറക്റ്റ് ആവുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. മൂല്യ ശതമാനം സമം 3 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 8 ഇൻറ്റു 100. അത് വടക്ക് കിഴക്കും തെക്ക് കിഴക്കും അപൂർണമാണെങ്കിൽ മൂല്യം സമം 3, അതിന് താഴെ മൂല്യ ശതമാനം സമം എഴുതിയിട്ടുണ്ട് 3 ബൈ 8 പ്ലസ് 8 ഇൻറ്റു 100 ഈക്വൽ ടു 3 ബൈ 16 ഇൻറ്റു 100. 3 ബൈ 16 ഇൻറ്റു 100 ഈക്വൽ ടു 18.75%, 18.75%. 18.75%. ഇത് അടുത്ത വരുന്ന ഇതിക്കുള്ള എക്സാമ്പിള്. വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും മൂലകൾ അപൂർണമായി 3 മൂല, അതായത് വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും മൂലകൾ അപൂർണമാണെങ്കിൽ വടക്ക് കിഴക്കും തെക്ക് കിഴക്കും വടക്ക് കിഴക്കും തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും മൂലകൾ അപൂർണമാണെങ്കിൽ വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും മൂലകൾ അപൂർണമാണെങ്കിൽ മൂല്യം സമം വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും മൂലകൾ അപൂർണമാണെങ്കിൽ മൂല്യം സമം എത്ര വരും? 1. 1 ബൈ എത്ര? അത് മൂല്യ സമം 1, മൂല്യ ശതമാനം സമം അടുത്ത ലൈൻ മൂല്യ ശതമാനം സമം എത്ര വരും പറയാമോ? തെറ്റിക്കോട്ടെ, പറഞ്ഞോളൂ. ഇപ്പൊ നമ്മൾ എടുത്ത അതേ പ്രിൻസിപ്പിൾ 8 + 8. അത് 1 ഡിവൈഡഡ് ബൈ വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും ആണെങ്കിൽ 1 ആണ് മോളി വരേണ്ടത്. 1 ഡിവൈഡഡ് ബൈ താഴെ 8 പ്ലസ് 8 പ്ലസ് 8. ഇല്ല, അപ്പം 1 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 8 പ്ലസ് 8, അപ്പൊ അതായത് 1 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 100 വരും. 1 ഡിവൈഡഡ് ബൈ 8 പ്ലസ് മൂല്യ ശതമാനം സമം 1 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 8 പ്ലസ് 8 ഇൻറ്റു 100. ഇവിടെ 3 ബൈ 8 പ്ലസ് 8 എഴുതിയിരിക്കുന്ന പോലെ 1 ഡിവൈഡഡ് ബൈ 8 താഴെ 8 പ്ലസ് 8 പ്ലസ് 8 ഇൻറ്റു 100. അത് 1 ബൈ 24 ഇൻറ്റു 8 8 16 8 24. 1 ബൈ 24 ഇൻറ്റു 100 ഈക്വൽ ടു 4.17%. 1 ബൈ 24 ഇൻറ്റു 100 ഈക്വൽ ടു 4.17%. അത് ക്ലിയർ ആയി? ഇനി എല്ലാ മൂലകളും അപൂർണമാണ് കേട്ടോ. ഒരു കേസ് സാധാരണ അങ്ങനെ സപ്പോസ് ഒരു വീട്ടിൽ 4 മൂല അപൂർണമാണ്. എല്ലാ മൂലകളും അപൂർണമാണെങ്കിൽ മൂല്യ സമം എത്ര വരും? എല്ലാ മൂലകളും അപൂർണമാണെങ്കിൽ മൂല്യം സമം എത്രയാണ്? 1. മൂല്യ ശതമാനം എങ്ങനെ എഴുതും? 1 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 8. 4 8. അപ്പം എല്ലാ മൂലകളും അപൂർണമാണെങ്കിൽ മൂല്യം സമം 1. അതിനടുത്ത ലൈൻ മൂല്യ ശതമാനം സമം 1 ഡിവൈഡഡ് ബൈ താഴെ 8 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 8 ഈക്വൽ ടു ഇൻറ്റു 100 ഈക്വൽ ടു 1 ബൈ 32 ഇൻറ്റു 100. 8 4 പ്രാവശ്യം കൂടും 32. 1 ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 100. 1 ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 100 ഈക്വൽ ടു 3.13%. 3.13%. എഴുതിയല്ലോ, സംശയമില്ലല്ലോ. ഇനി അടുത്ത ഒന്നുകൂടെ എഴുതിക്കൊള്ളുക. വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ്. വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് മൂലകൾ അപൂർണമാണെങ്കിൽ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് മൂലകൾ അപൂർണമാണെങ്കിൽ മൂല്യം സമം എത്ര വരും? മൂല്യം എത്ര വരും? 3. അതിന് താഴെ മൂല്യ ശതമാനം സമം എത്ര വരും? 1 divided by 8 plus 8 plus 8. 1 divided by 8 plus 8 plus 8. 3 divided by 3 divided by 3 divided by 8 plus 8 plus 8 into 100. അതായത് 3 divided by 24 into 100. 3 divided by 24 into 100 equal to 12.5%. കാര്യം മനസ്സിലാക്കി എളുപ്പമൊന്നുമില്ല, പക്ഷെ കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഈ ടേബിൾ തരും, പക്ഷെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം പിന്നെ ഇപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, അതായത് കന്നിമൂല മാത്രം മിസ്സിംഗ് ആണെങ്കിൽ, കന്നിമൂല മാത്രം ഇല്ലെങ്കിൽ, അതും മറ്റു 3 മൂലകൾ ഇല്ലെങ്കിൽ ഈ നമ്മളെ പിന്നെ ഇത് എന്താ
മഹാദോഷം 21 മഹാദോഷങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ എടുത്തതാണ് കന്നിമൂല മാത്രം ഇല്ലെങ്കിലും മറ്റ് 3 മൂലകൾ, അതായത് ഈശാനമൂല, അഗ്നിമൂല, വായുമൂല, ഇത് 3 ഇല്ലെങ്കിലും അതിന് ദോഷം ഈക്വലാണ്. കന്നിമൂല മാത്രം ഇല്ലെങ്കിലുള്ള ദോഷത്തിന്റെ ഈക്വലാണ് മറ്റ് 3 മൂലകൾ ഇല്ലെങ്കിൽ. ഇവിടെ നോക്കുക, കന്നിമൂല മാത്രം ഇല്ലെങ്കിൽ നമുക്ക് എത്ര കിട്ടിയത്? ആദ്യം ചെയ്തല്ലോ നമ്മൾ. തെക്ക് പടിഞ്ഞാറേ മൂല അപൂർണമാണ്, എത്ര കിട്ടിയത് നമുക്ക്? നമ്മൾ ചെയ്തപ്പോൾ ആദ്യം ചെയ്തു കന്നിമൂല മാത്രം ഇല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂല അപൂർണമാണെങ്കിൽ എത്ര ശതമാനമാണ് കിട്ടിയത്? 12.5%. 12.5%. ഇനി മറ്റു 3 മൂല, അതായത് വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് അപൂർണമാണ് എത്ര കിട്ടിയത്? വടക്ക് കിഴക്കും തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറ് അപൂർണമാണ് എത്ര കിട്ടിയത്? 12.5 ആണ്. അതും 12.5 ആണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവും കന്നിമൂല മാത്രം മിസ് ചെയ്താലും 12.5% ആണ്, മറ്റു 3 മൂലകളും മിസ് ചെയ്താലും 12.5% ആണ് നമുക്ക് കിട്ടുന്ന മൂല്യം. അപ്പൊ ശരിക്കുള്ള എല്ലാ മൂലകളും ഉള്ളതിന്റെ 12.5% നമുക്ക് അതിന്റെ ബാക്കിയെല്ലാം ദോഷമായിട്ട് പോവുകയാണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവും കന്നിമൂല മാത്രം മിസ് ചെയ്താലും മറ്റു 3 മൂലകളും മിസ് ചെയ്താലും അതുകൊണ്ട് ദോഷത്തിന്റെ ശക്തി ഈക്വൽ ആണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ അതോടുകൂടി അപൂർണമായ മൂല കഴിഞ്ഞു. അടുത്ത എഴുതിക്കോളൂ, 7ാമത്തെ ഐറ്റം. ഇതിപ്പോൾ 6ആണ് അപൂർണമായ മൂല. അപ്പൊ ഇവിടെ അല്ല, 7ാമത്തെ ഐറ്റം അല്ല, അതിന് മുമ്പ് നമ്മൾ ഇത് നോക്കണം. മണക്കാട് വീട് എത്ര മൂല അപൂർണമാണെന്ന് നോക്കണം. മണക്കാട് വീട്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ അപ്പൊ നമ്മൾ ആ ഡ്രോയിങ് എടുക്കുക, മണക്കാട് ഡ്രോയിങ് എടുക്കുക. അവിടെ എത്ര മൂല മിസ്സിംഗ് ഉണ്ട് നോക്കുക. അതിനകത്ത് മൂല വല്ല മിസ്സിംഗ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ മൂല മിസ്സിംഗ് എന്ന് പറയാം. ആ ഡ്രോയിങ് നോക്കിയിട്ട് പെട്ടെന്ന് പറയണം, സമയം കൂടുതൽ കളയാതെ. മിസ്സിംഗ് കോർണർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ഒന്നേ ഉള്ളോ, ഒന്നിൽ കൂടുതലുണ്ടോ, ഏതൊക്കെയാണെന്ന് പറയാം. ഇത്രയും സമയം വേണോ പറയാൻ? ജസ്റ്റ് ഡ്രോയിങ് നോക്കിയാലും ഇവിടെ ഒരു മിസ്സിംഗ് ഉണ്ടോ ഇല്ലയോന്ന്. പറയൂ, പെട്ടെന്ന് പറയൂ. കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? തെക്ക് കിഴക്ക് മിസ്സിംഗ് അല്ലേ? തെക്ക് കിഴക്ക് ഒരു മിസ്സിംഗ് ഉണ്ട്. കാരണം 48.75 കഴിഞ്ഞിട്ടാണ് ആ ലൈൻ പോകുന്നത്. അത് കഴിഞ്ഞ് നേരെ തൂണുണ്ട്, പക്ഷേ 48.75 അവിടെ ഒരു കട്ടിങ് ഉണ്ട്. മറ്റേ വേറെ ഏതെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? അത് മാത്രമേ ഉള്ളോ? വേറെ വല്ലതും മിസ്സിംഗ് ഉണ്ടോ? വടക്ക് പടിഞ്ഞാറ് ഒരു കട്ടിങ് ഉണ്ട്. വടക്ക് പടിഞ്ഞാറ് കട്ടിങ് മിസ്സിംഗ് ആണത്. പക്ഷെ അത് ഇനി നമ്മൾ കാര്യം നോക്കണം. ഈ മിസ്സിംഗ് വന്നു കഴിഞ്ഞാൽ മിസ്സിംഗ് ആണോ അതോ പ്രൊജക്ഷൻ? ഇപ്പൊ ഇവിടെ മോളിൽ പറഞ്ഞു നോക്കുക. മുകളിൽ നമുക്കൊരു 451.5 എല്ലാവർക്കും ഡ്രോയിങ് നോക്കുക. ആ ഒരു ബെഡ്റൂമിന്റെ വെളിയിൽ കിഴക്ക് വശത്തെ ഭിത്തിയുടെ അളവ് 451.5 ആണ്. അത് കഴിഞ്ഞ് 48.75 ഒരു കട്ടിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 388 പിന്നെ 166 ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ഒരു പ്രൊജക്ഷൻ പോലെ നിൽക്കുന്ന 451.5 ആണ്. അത് ടോട്ടലിന്റെ 3 കുറവാണോ കൂടുതലാണോ നോക്കണം. ടോട്ടൽ ഇപ്പൊ കിഴക്ക് വശത്തെ ടോട്ടൽ എത്രയാണ്? 451.5, 388, പിന്നെ ഓപ്പൺ സിറ്റോടെ താഴെ നോക്കുക 179.75 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ബെഡ്റൂമിന്റെ അത് ആ ടോട്ടൽ കിഴക്ക് വശത്തെ നീളം നോക്കണം. 451.5 പ്ലസ് 388 പ്ലസ് പിന്നെ ഓപ്പൺ സിറ്റോടെ താഴെ 179.75, അത് 3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 2 മൂലകൾ അപൂർണം. ഇതൊന്ന് എഴുതിക്കോളൂ. ഇവിടെ 2 മൂലകൾ അപൂർണമാണോ അതോ 2 പ്രൊജക്ഷൻസ് ആണോ എന്ന് പരിശോധിക്കണം. ഇവിടെ ബെഡ്റൂം ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു, കിച്ചൺ പ്ലസ് ഹാൾ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയാണോ വരേണ്ടത് അതോ മൂലകൾ അപൂർണമാണോ നോക്കണം. എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യണം. മൂലകൾ അപൂർണമാണോ അതോ പ്രൊജക്ഷൻ ആണോ നമ്മൾ പരിശോധിച്ചിട്ടേ ചെയ്യാവൂ. അപ്പൊ ഇവിടെ 2 മൂലകൾ അപൂർണമാണോ അതോ 2 പ്രൊജക്ഷൻസ് ആണോ എന്ന് പരിശോധിക്കണം. ഇവിടെ സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് മൂലകൾ അപൂർണമാണ്. കാരണം നോക്കട്ടെ, അത് പിന്നെ നോക്കാം. മൂല്യ ശതമാനം പിന്നെ നോക്കാം. ഇവിടെ സൗത്ത് ഈസ്റ്റ് അപൂർണമാണ്. കാരണം 451.5 എന്ന് പറയുന്ന ടോട്ടലിന്റെ 1/3 കൂടുതലാണ്. 451.5 എന്നാണ് പ്രൊജക്ഷന്റെ നീളം.
അത് ടോട്ടൽ നീളം 3 കൂടെ നീളം എടുക്കുക, അതിൻ്റെ 1/3 കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്രൊജക്ഷൻ അല്ല, കോർണർ മിസ്സിംഗ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കോർണർ, അതായത് സൗത്ത് ഈസ്റ്റ് കോർണർ മിസ്സിംഗ് ആണ്. മറ്റേടത്ത് നോക്കുക, വെസ്റ്റിൽ 783 പ്രൊജക്ഷൻ. അവിടെ താഴെ എഴുതിയിട്ടുണ്ട്, ആ പടിഞ്ഞാറോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന 700, അതും ടോട്ടൽ നീളത്തിൻ്റെ 1/3 കൂടുതലാണ്, ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും നോർത്ത് വെസ്റ്റ് മൂലയും മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവിടെ സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് മൂലകൾ അപൂർണമാണ്. ഇവിടെ പ്രൊജക്ഷൻ ഇല്ല, ഈ രണ്ടും കൂടെ വരില്ല, ഒന്നുകിൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ മിസ്സിംഗ്. അപ്പോൾ ഇവിടെ മിസ്സിംഗ് ആണ്, പ്രൊജക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് മൂലകൾ അപൂർണമാണ്. എങ്ങനെയാ നോക്കണം? 451.5 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നീളത്തിൻ്റെ 1/3 കൂടുതലാണ്. അതുപോലെ 783 താഴത്തെ, അതും ടോട്ടൽ നീളത്തിൻ്റെ 1/3 കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രൊജക്ഷൻ അല്ല, രണ്ട് മൂലകൾ അപൂർണമാണ്. അപ്പോൾ മൂല്യ ശതമാനം എത്രയാണ്? അതായത് സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് അപൂർണമാണ്. ഈ ടേബിൾ എടുത്ത് നോക്കുക, നമ്മളിപ്പോൾ ചെയ്ത ടേബിൾ നോക്കിയിട്ട് മൂല്യ ശതമാനം എത്രയാണ് കണ്ടുപിടിക്കും. സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റും ഇല്ലെങ്കിൽ, സൗത്ത് ഈസ്റ്റും നോർത്ത് വെസ്റ്റും ഇല്ലെങ്കിൽ എത്ര വരും മൂല്യ ശതമാനം? Three by 16 into 100. 3/16 into 100. അപ്പോൾ എത്ര കിട്ടും? 3/8 + 8 into 100. കറക്റ്റ്. അപ്പോൾ 3/16 into 100, അപ്പോൾ 18.75% കിട്ടും. അപ്പോൾ ആറാമത്തെ ഐറ്റമാണ് അപൂർണമായ മൂല. ആറാമത്തെ ഐറ്റം 18.75%. അപ്പോൾ അത് എഴുതണം. ആറാമത്തെ ഐറ്റത്തിന് നമുക്ക് ഈ മണക്കാട്ടെ വീടിനുള്ളത് 18.75% ആണ്. ഓരോന്ന് എഴുതി പോകണം, അല്ല എല്ലാം കൂടെ പിന്നെ അവസാനം സമയം കൊണ്ടെടുക്കും. ഓരോ അപ്പം മനസ്സിലാകുമ്പോൾ അപ്പോഴേ തന്നെ ചെയ്യാം. അടുത്ത ഏഴാമത്തെ വസ്തുവിന്റെ ചരിവാണ്. എവിടെ പൊങ്ങിയിരിക്കുന്നു, എവിടെ താന്നിരിക്കുന്നു, അതനുസരിച്ചാണ് ഏഴാമത്തെ വസ്തുവിന്റെ ചരിവ്. 7 വസ്തുവിന്റെ ചരിവ് എല്ലാം ഇതിനകത്ത് വരും. നമ്മൾ ഈ എല്ലാ ഫാൾട്ടിനകത്ത് വേണം. ഔട്ട് ഓഫ് 8 ആണത്. വസ്തുവിന്റെ ചരിവ് ഔട്ട് ഓഫ് 8. അത് 2 ടേബിൾ വരും, ആ ടേബിൾ എഴുതിക്കണം. അതായത് സ്ലോപ്പ് ഓഫ് പ്ലോട്ട് ഇംഗ്ലീഷിൽ, വസ്തുവിന്റെ ചരിവിന് ഇംഗ്ലീഷിൽ സ്ലോപ്പ് ഓഫ് പ്ലോട്ട്. വീടിന്റെ അല്ല, വസ്തുവിന്റെ ആണ് എഴുതുന്നത്. അത് ആ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ എഴുതിക്കോളൂ. ആ ടേബിളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ടേബിൾ തരും. സൗത്ത് വെസ്റ്റ് പൊങ്ങിയും നോർത്ത് ഈസ്റ്റ് താണും ആണ്. ആരെ നോർത്ത് ഈസ്റ്റിലോട്ട് ഇട്ടേക്കുന്നത്? തെക്ക് പടിഞ്ഞാറ് പൊങ്ങിയും വടക്ക് കിഴക്ക് താഴ്ന്നുമുള്ള ഭൂമി. അങ്ങനത്തെ ഭൂമിക്ക് മൂല്യം 8 ആണ്. ഇനി തെക്ക് പൊങ്ങിയും വടക്ക് പടിഞ്ഞാറുമുള്ള ഭൂമി, സൗത്ത് നോർത്ത്. സൗത്ത് പൊങ്ങിയും നോർത്ത് താണും, അതായത് തെക്ക് വശം പൊങ്ങിയും വടക്ക് വശം താഴ്ന്നുമുള്ള ഭൂമി, മൂല്യം 7 ആണ്. അടുത്തത് പടിഞ്ഞാറ് പൊങ്ങിയും കിഴക്ക് താഴ്ന്നുമുള്ള ഭൂമി, പടിഞ്ഞാറ് പൊങ്ങിയും കിഴക്ക് താഴ്ന്നും, മൂല്യം 6 ആണ്. അടുത്ത ബി വേറൊരു ടേബിൾ ബി. സെയിം ലെവൽ, അത് എല്ലാം ഒരേ ലെവലാണ്, പൊക്കത്താഴ്ചയൊന്നുമില്ല, എല്ലാ ഭാഗവും ഒരേ ലെവലാണ്. അപ്പോൾ 5 ആണ് മൂല്യം. അടുത്തത് സൗത്ത് ഈസ്റ്റ് ഏറ്റവും പൊങ്ങി നിൽക്കുന്നു, ബാക്കി എല്ലാ ഭാഗവും താഴ്ന്നു കിടക്കുന്നു. തെക്ക് കിഴക്ക് ഭാഗം മാത്രം, അഗ്നിമൂലയുടെ ഭാഗം മാത്രം പൊങ്ങിയിരിക്കുന്നു വസ്തുവിന്റെ, ബാക്കിയെല്ലാം താഴ്ന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൂല്യം 4 ആണ്. നോർത്ത് വെസ്റ്റ് മാത്രം പൊങ്ങിയിരിക്കുന്നു, നോർത്ത് വെസ്റ്റ് അപ്പ്. നോർത്ത് വെസ്റ്റ് മാത്രം പൊങ്ങിയിരിക്കുന്നു, ബാക്കി എല്ലാ ഭാഗവും താഴ്ന്നിരിക്കുകയാണെങ്കിൽ അതിന് 3 ആണ്. അടുത്തത് നോർത്ത് ഈസ്റ്റ് മാത്രം പൊങ്ങിയിരിക്കുന്നു, ബാക്കിയെല്ലാം താഴ്ന്നിരിക്കുന്നു. ഏറ്റവും താഴ്ന്നിരിക്കേണ്ട നോർത്ത് ഈസ്റ്റ് ഏറ്റവും പൊങ്ങിയിരിക്കുന്നു, ബാക്കി എല്ലാവരും താഴ്ന്നിരിക്കുന്നു, മൂല്യം 1 ആണ്. ഇതാണ് ബി ടേബിൾ. ഇനി സി എന്നൊരു ടേബിളും ഉണ്ട്, അത് കൊടു. തെക്ക് പടിഞ്ഞാറ് പൊങ്ങിയും വടക്ക് കിഴക്ക് താന്നും, അല്ല സോറി, വടക്ക് കിഴക്ക് പൊങ്ങിയും തെക്ക് പടിഞ്ഞാറ് താന്നും. താഴ്ചയിലോട്ടാണ് ആരോ പോകുന്നത്. അതായത് വടക്ക് കിഴക്ക് പൊങ്ങിയിരിക്കുന്നു, തെക്ക് പടിഞ്ഞാറ് താന്നിരിക്കുന്നു. താന്നിരിക്കേണ്ട ഭാഗം ഏറ്റവും പൊങ്ങിയിരിക്കുന്നു, പൊങ്ങിയിരിക്കേണ്ട ഭാഗം താന്നിരിക്കുന്നു. അത് 1 ആണ് മൂല്യം. കന്നിമൂല പൊങ്ങിയും കന്നിമൂല താന്നും ഈശാനുമൂല പൊങ്ങിയുള്ള ഭൂമിക്ക് മൂല്യം 1. അടുത്തത്
വടക്കുവശം പൊങ്ങിയും തെക്കുവശം താന്നും. മൂല്യം 2 ആണ്. കിഴക്ക് പൊങ്ങിയും പടിഞ്ഞാറ് താന്നും. മൂല്യം 3 ആണ്. തെക്ക് കിഴക്ക് അഗ്നിമൂല പൊങ്ങിയും വായുമൂല നമുക്കറിയാം അഗ്നിമൂലയും വായുമൂലയും ഒരേ ലെവലായിരിക്കണം. ഇല്ലെങ്കിൽ അത് രണ്ടും ദോഷം. ഏത് പൊങ്ങിയാലും അതിന് ദോഷമാണ്. തെക്ക് കിഴക്ക് പൊങ്ങിയും വടക്ക് പടിഞ്ഞാറ് താന്നു ഇരിക്കുന്നതിന് മൂല്യം 3 ആണ്. അത് തിരിച്ച് വടക്ക് പടിഞ്ഞാറ് പൊങ്ങിയും തെക്ക് കിഴക്ക് താന്നു ഇരിക്കുന്നു, അതിന് 3 തന്നെയാണ്. ഇങ്ങനെ 3 ടേബിളുണ്ട്. ഈ ടേബിൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഇപ്പം എന്നുള്ളത് നോക്കുക. തെക്ക് പടിഞ്ഞാറ് പൊങ്ങി വടക്ക് കിഴക്ക് താന്നു വരുന്നു, അതുപോലെ തെക്ക് പൊങ്ങി വടക്ക് താന്നു വരുന്നു, അതുപോലെ പടിഞ്ഞാറ് പൊങ്ങി കിഴക്ക്. അതെല്ലാം നല്ല കാര്യങ്ങളാണ്, അതെല്ലാം ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിനെയും മൂല്യം എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒരു ഭൂമിയിൽ തന്നെ ഇതിൽ ഒരു ഭൂമിയിൽ തന്നെ തെക്ക് പടിഞ്ഞാറ് പൊങ്ങിയും വടക്ക് കിഴക്ക് താന്നും വരുന്നു, തെക്ക് പൊങ്ങിയും ഒരൊറ്റ ഭൂമിയിൽ തന്നെ അങ്ങനെ ഇത് 2 എണ്ണം വന്നെന്നിരിക്കട്ടെ. ഇപ്പം ഒരു ഭൂമിയിൽ തന്നെ കന്നിമൂലയുടെ ഭാഗം പൊങ്ങിയിരിക്കുന്നു, ഈശാന്യമൂല താന്നിരിക്കുന്നു, അപ്പോൾ മൂല്യം 8 ആണ്. തെക്ക് പൊങ്ങിയിരിക്കുന്നു, വടക്ക് താന്നിരിക്കുന്നു, മൂല്യം 7 ആണ്. അപ്പൊ എ ടേബിളില് അതിന് ഒന്നിൽ കൂടുതൽ ഇത് ഒരേ ഇതിൽ ഭൂമിയിൽ വന്നാൽ കൂടിയ മൂല്യം എടുക്കണം. ക്ലിയർ ആയിക്കണം. എ വിഭാഗത്തിൽ ഒന്നിൽ കൂടുതൽ ഒരേ ഭൂമിയിൽ വന്നാൽ, ഇതിൽ ആദ്യത്തെ തെക്ക് പടിഞ്ഞാറ് പൊങ്ങി വടക്ക് കിഴക്ക് താന്നിരിക്കുന്നു, തെക്ക് പൊങ്ങി വടക്ക് താന്നിരിക്കുന്നു, അങ്ങനെ എടുത്താൽ കൂടിയ മൂല്യം 8 ആണ്. അപ്പോൾ അവിടെ 8 എന്ന് എടുക്കണം. ഇപ്പോൾ ഒരു ഭൂമിയിൽ തന്നെ തെക്ക് പൊങ്ങിയും വടക്ക് താന്നു ഇരിക്കുന്നു, പടിഞ്ഞാറ് പൊങ്ങിയും കിഴക്ക് താന്നു ഇരിക്കുന്നു ഇരിക്കട്ടെ. അപ്പോൾ 7ഉം 6ഉം ആണ്. അപ്പോൾ അത് കൂടിയത് 7 എടുക്കണം, കുറഞ്ഞല്ല കൂടിയത് എടുക്കണം. ഇനി സിയിലാണെങ്കിൽ ഒരേ ഭൂമിയിൽ തന്നെ ഈ സ്ലോപ്പുകളിൽ ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് എടുക്കണം. അത് മനസ്സിലാക്കണം. എ ടേബിളിൽ ഒന്നിൽ കൂടുതൽ ഒരേ ഭൂമിയിൽ വന്നാൽ കൂടിയ മൂല്യം എടുക്കണം. സിയില് ഒന്നിൽ കൂടുതൽ ഒരേ ഭൂമിയിൽ വന്നാൽ കുറഞ്ഞ മൂല്യം എടുക്കണം. ഇനി ബിയില് ഒന്നിൽ കൂടുതൽ ഒരുമിച്ച് വരില്ല. സെയിം ലെവലാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് പൊങ്ങി നോർത്ത് വെസ്റ്റ് പൊങ്ങി നോർത്ത് ഈസ്റ്റ് അങ്ങനെയൊന്നും വരില്ല. സൗത്ത് ഈസ്റ്റ് ആണ് പൊങ്ങിയിരിക്കുന്നെങ്കിൽ നോർത്ത് വെസ്റ്റ് പൊങ്ങിയെന്ന് വരില്ല. അപ്പം ഒന്നിൽ കൂടുതൽ ഒരേ ഭൂമിയിൽ വരില്ല. ബിയില് എയിലും വരാം, സിയിലും വരാം. അപ്പൊ എയിൽ വരികയാണെങ്കിൽ ഇവിടെ കൂടിയ മൂല്യം എടുക്കണം, സിയിൽ വരുവാണെങ്കിൽ കുറഞ്ഞ മൂല്യം എടുക്കണം. ഇനി രണ്ടിലും കൂടെ വന്നിരിക്കട്ടെ. സാധാരണ ഒക്കെ ഇപ്പോൾ ഏതെങ്കിലും സൗത്ത് വെസ്റ്റ് പൊങ്ങി നോർത്ത് ഈസ്റ്റ് താന്നിരിക്കുന്നു, സൗത്ത് ഈസ്റ്റ് ഏറ്റവും പൊങ്ങിയിരിക്കുന്നു, അങ്ങനെ ഒരു പ്ലോട്ട് വന്നാൽ അതിൽ ഓരോന്നും പ്രത്യേകം കണ്ടിട്ട് അതിന്റെ ശരാശരി എടുക്കണം. ഇപ്പൊ എയിലും സിയിലും കൂടെ വരുന്നു, അല്ലെങ്കിൽ എയിലും ബിയിലും കൂടെ വരുന്നു, അല്ലെങ്കിൽ ബിയിലും സിയിലും കൂടെ വരുന്നു, അങ്ങനെയൊക്കെ ഒന്നിൽ ചിലപ്പോൾ എയിലും ബിയിലും സിയിലും വന്നിരിക്കട്ടെ. എയിലും വന്നു, ബിയിലും വന്നു, സിയിലും വന്നു, അങ്ങനെ വന്നിരിക്കട്ടെ. അങ്ങനെ വല്ലതും വന്നുവാണെങ്കിൽ ഓരോന്നും പ്രത്യേകം കാണണം. പ്രത്യേകം കാട്ടി 3 കൂടെ കൂട്ടി 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ ശരാശരി കിട്ടും. അങ്ങനെ ശരാശരി കാണണം. ഇതാണ് അതിന്റെ വേണ്ടത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. വസ്തുവിന്റെ ചരിവ്, സ്ലോപ്പ് ഓഫ് പ്ലോട്ട്, ഔട്ട് ഓഫ് 8, 3 ഇത് വരച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ താഴോട്ട് എഴുതിക്കോളൂ. മുകളിൽ എഴുതിയിരിക്കുന്നതിൽ കോമ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ്, ഒരേ വസ്തുവിലുണ്ടെങ്കിൽ എ വിഭാഗത്തിൽ കൂടിയ മൂല്യവും എ വിഭാഗത്തിൽ സ്മാൾ ലെറ്റർ എ രണ്ട് ബ്രാക്കറ്റ് വിടണം. ഇതിനകത്ത് എഴുതിയേക്കുന്ന പോലെ സ്മാൾ ലെറ്റർ എ ഇട്ട് 2 ബ്രാക്കറ്റിനകത്ത് സ്മാൾ ലെറ്റർ എ വിഭാഗത്തിൽ കൂടിയ മൂല്യവും സി വിഭാഗത്തിൽ, സി എഴുതി 2 വശത്തും ബ്രാക്കറ്റ്, ഇവിടെ എ വിഭാഗത്തിൽ കൂടിയ മൂല്യവും സി വിഭാഗത്തിൽ കുറഞ്ഞ മൂല്യവും പരിഗണിക്കേണ്ടതാണ്. ഒന്നുകൂടെ വായിക്കുക സെന്റൻസ്. മുകളിൽ എഴുതിയിരിക്കുന്നതിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിലുണ്ടെങ്കിൽ എ വിഭാഗത്തിൽ കൂടിയ മൂല്യവും
സി വിഭാഗത്തിൽ കുറഞ്ഞ മൂല്യവും പരിഗണിക്കണം. ഇനി അടുത്ത നെക്സ്റ്റ് സെന്റൻസ്. ബി വിഭാഗത്തിൽ, ബി സ്മോൾ ലെറ്റർ ബി എഴുതി രണ്ട് സൈഡിലും ബ്രാക്കറ്റ്. ബി വിഭാഗത്തിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ്, ബി വിഭാഗത്തിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിൽ വരുന്നതല്ല. ബി വിഭാഗത്തിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിൽ വരുന്നതല്ല. ഫുൾ സ്റ്റോപ്പ്. ബി വിഭാഗത്തിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിൽ വരുന്നതല്ല. ഇനി അടുത്ത എക്സാമ്പിൾ, ഉദാഹരണം 1. എക്സാമ്പിൾ 1 അല്ലെങ്കിൽ ഉദാഹരണം 1. ഒരു വാസ്തുമണ്ഡലത്തിൽ തെക്ക് പടിഞ്ഞാറിനേക്കാൾ താഴ്ന്ന് വടക്ക് കിഴക്കും, 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 തെക്കിനേക്കാൾ താഴ്ന്ന് വടക്കുമാണെങ്കിൽ, ഒരു വാസ്തുമണ്ഡലത്തിൽ തെക്ക് പടിഞ്ഞാറിനേക്കാൾ താഴ്ന്ന് വടക്ക് കിഴക്കും, തെക്കിനേക്കാൾ താഴ്ന്ന് വടക്കുമാണെങ്കിൽ മൂല്യം സമം എത്ര വരും? പറയാം ആരെങ്കിലും. ഒരു വാസ്തുമണ്ഡലത്തിൽ തെക്ക് പടിഞ്ഞാറിനേക്കാൾ താഴ്ന്ന് വടക്ക് കിഴക്കും, തെക്കിനേക്കാൾ താഴ്ന്ന് വടക്കുമാണെങ്കിൽ മൂല്യം എത്ര വരും? 8. കാരണം തെക്ക് പടിഞ്ഞാറിനേക്കാൾ കുറഞ്ഞ് വടക്ക് കിഴക്കാണെങ്കിൽ 8 വരും, തെക്കിനേക്കാൾ കുറഞ്ഞ് വടക്കാണെങ്കിൽ 7 വരും. ഏഴിലാണെങ്കിൽ കൂടിയെടുക്കണം, അപ്പൊ 8 എന്ന് എടുക്കണം. അപ്പൊ മൂല്യ സമം 8. താഴെ മൂല്യ ശതമാനം സമം 8/8 into 100. മൂല്യ ശതമാനം സമം 8 divided by 8 into 100 equal to 100%. 100%. ഇനി അടുത്ത എക്സാമ്പിൾ 2. എക്സാമ്പിളിനകത്ത് ഉണ്ടോ നോക്കട്ടെ. അത് ഇല്ല. അപ്പം ഉദാഹരണം 2. തെക്കിനേക്കാൾ താഴ്ന്ന് വടക്കും, എക്സാമ്പിൾ 2, തെക്കിനേക്കാൾ താഴ്ന്ന് വടക്കും, പടിഞ്ഞാറിനേക്കാൾ താഴ്ന്ന് കിഴക്കുമാണെങ്കിൽ, തെക്കിനേക്കാൾ താഴ്ന്ന് വടക്കും പടിഞ്ഞാറിനേക്കാൾ താഴ്ന്ന് കിഴക്കുമാണെങ്കിൽ മൂല്യം സമം എത്രയാണ്? തെക്കിനേക്കാൾ താഴ്ന്ന് വടക്കും പടിഞ്ഞാറിനേക്കാൾ താഴ്ന്ന് കിഴക്കുമാണെങ്കിൽ മൂല്യം എത്ര വരും? പെട്ടെന്ന് പറയാ. 7. കാരണം രണ്ടും 7 തെക്കിനേക്കാൾ താഴ്ന്ന് വടക്ക് വരുന്ന 7, പടിഞ്ഞാറിനേക്കാൾ താഴ്ന്ന് കിഴക്ക് വരുന്ന 6. ഇത് കൂടുതൽ 7. അപ്പൊ മൂല്യ സമം 7. താഴെ കൂടെ മൂല്യ ശതമാനം സമം 7 divided by 8 into 100. മൂല്യ ശതമാനം സമം 7 divided by 8 into 100 equal to മൂല്യ ശതമാനം സമം 7 divided by 8 into 100 equal to 87.5%. 87.5%. എക്സാമ്പിൾ 1, 2. എക്സാമ്പിൾ 1, 2. എക്സാമ്പിൾ 3. തെക്ക് പടിഞ്ഞാറിനേക്കാൾ വടക്ക് കിഴക്ക് താഴ്ന്നിരിക്കുകയും, 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 വടക്ക് പടിഞ്ഞാറ് ഭാഗം മറ്റെല്ലാ ഭാഗങ്ങളെക്കാൾ പൊങ്ങിയിരിക്കുകയും ചെയ്യുന്നു. ഒന്ന് ഞാൻ പറയാം. എക്സാമ്പിൾ 3. തെക്ക് പടിഞ്ഞാറിനേക്കാൾ വടക്ക് കിഴക്ക് താഴ്ന്നിരിക്കുകയും, വടക്ക് പടിഞ്ഞാറ് ഭാഗം മറ്റെല്ലാ ഭാഗങ്ങളെക്കാൾ പൊങ്ങിയിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെ കിട്ടും? അതിന്റെ മൂല്യം എത്ര വരും? അത് പറയാം. മൂല്യം എത്ര എന്ന് പറയാമോ? മൂല്യം എങ്ങനെ കാണും? എത്രയെന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുന്നു പറഞ്ഞാലും മതി.
നമ്മൾ ഈ പറഞ്ഞറിയാമല്ലോ ഇതുകൊണ്ട് തെക്ക് പടിഞ്ഞാറിനേക്കാൾ വടക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നു. അപ്പൊ എത്രയാ വരുന്നത് മൂല്യം? 8. അത് എയിലാണ്. പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം മറ്റെല്ലാ ഭാഗങ്ങളെക്കാൾ പൊങ്ങിയിരിക്കുന്നു. അത് ഏതിലാ വരുന്നത്? ബിയില് 3. ആ ബിയില് 3ആണ്. അപ്പം രണ്ടും രണ്ടിലാണ്. ഒന്ന് എയിലും ഒന്ന് ബിയിലുമാണ്. അങ്ങനെ രണ്ടിടത്തായിട്ട് വരികയാണെങ്കിൽ അതിന്റെ ശരാശരി കാണണം. ശരാശരി കാണി 8 3 കൂട്ടിയിട്ട് 2 കൊണ്ട് ഭാഗിക്കണം. 8 3 11, 11 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 5.5. അപ്പൊ അതിന്റെ മൂല്യം 5.5 കിട്ടും. ആകെ മൂല്യം അപ്പൊ എഴുതി കൊടുക്കും. ഉദാഹരണം 3, തെക്ക് പടിഞ്ഞാറിനേക്കാൾ വടക്ക് കിഴക്ക് താഴ്ന്നിരിക്കുകയും വടക്ക് പടിഞ്ഞാറ് ഭാഗം മറ്റെല്ലാ ഭാഗങ്ങളെക്കാൾ പൊങ്ങിയിരിക്കുകയും ചെയ്യുന്നു. മൂല്യം സമം 8 + 3 മുകളിൽ ലൈനിന്റെ മുകളിൽ 8 + 3 താഴെ വരാം. അതിന്റെ താഴെ /2. 8 + 3 /2 ഈക്വൽ ടു 8 3 11 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 5.5 കിട്ടും. 5 ഈക്വൽ ടു 5.5. മൂല്യം സമം 5.5. മനസ്സിലായല്ലോ? മൂല്യ ശതമാനം സമം 5.5 / 8 × 100. മൂല്യം സമം 5.5. മൂല്യ ശതമാനം സമം 5.5 / 8 × 100. 68.75% കിട്ടും. 68.75%. അത് ക്ലിയർ ആയല്ലോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇത് വളരെ സിമ്പിളാണ് കാര്യം മനസ്സിലാക്കുക. അടുത്ത നാലാമത്തെ വേറൊരു എക്സാമ്പിൾ. തെക്കിനേക്കാൾ താഴ്ന്നു വടക്കും തെക്കിനേക്കാൾ താഴ്ന്നു വടക്കും, കിഴക്കിനേക്കാൾ താഴ്ന്നു പടിഞ്ഞാറും, തെക്കിനേക്കാൾ താഴ്ന്നു വടക്കും, കിഴക്കിനേക്കാൾ താഴ്ന്നു പടിഞ്ഞാറും, തെക്കിനേക്കാൾ താഴ്ന്നു വടക്കും, കിഴക്കിനേക്കാൾ താഴ്ന്നു പടിഞ്ഞാറും, തെക്ക് കിഴക്ക്. തെക്കിനേക്കാൾ താഴ്ന്നു വടക്കും, കിഴക്കിനേക്കാൾ താഴ്ന്നു പടിഞ്ഞാറും, തെക്ക് കിഴക്ക് മറ്റെല്ലാ ഭാഗങ്ങളെക്കാൾ പൊങ്ങിയുമാണെങ്കിൽ, തെക്ക് കിഴക്ക് മറ്റെല്ലാ ഭാഗങ്ങളെക്കാൾ പൊങ്ങിയുമാണെങ്കിൽ മൂല്യം സമം എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? മൂല്യം എങ്ങനെ കണ്ടുപിടിക്കും? മനസ്സിലായില്ലേ? മൂല്യം എങ്ങനെ കണ്ടുപിടിക്കും? സമയങ്ങളെ പെട്ടെന്ന് പറഞ്ഞത് ഒന്നുമില്ല, ഈസിയാണ്. ഇതിനകത്ത് ഏതിലെങ്കിലും വരും, ഏതിലൊക്കെ വരും നോക്കിയാൽ മതി. ഈ 3 കണ്ടീഷൻ ഏതിലൊക്കെ വരും നോക്കണം. എത്രയാണ് മൂല്യം നോക്കണം. കിട്ടിയില്ല? 3ലും വരുന്നുണ്ട്. അപ്പൊ എത്രയൊക്കെയാ വരുന്നത്? തെക്കിനേക്കാൾ താഴ്ന്ന വടക്ക് കിഴക്ക്. അല്ല, ആദ്യം തെക്കിനേക്കാൾ താഴ്ന്ന വടക്ക് ഏതിലാ വരുന്നത്? തെക്കിനേക്കാൾ താഴ്ന്ന വടക്ക് 7. വിഭാഗത്തിൽ 7 വരും. ഇനി അടുത്തത് കിഴക്കിനേക്കാൾ താഴ്ന്ന പടിഞ്ഞാറ് എവിടെ വരും? എയിലോ ബിയിലോ സിയിലോ വരുമോ? സിയിൽ വരുന്നുണ്ട്. മൂല്യം എത്രയാണ്? 3. പിന്നെ തെക്ക് കിഴക്ക് മറ്റെല്ലാ ഭാഗങ്ങളെക്കാൾ പൊങ്ങി, അതെവിടെ വരും? ബിയിൽ വരും. അപ്പൊ എത്ര? മൂല്യം എത്രയാണ്? 4. അപ്പം അങ്ങനെ മൂല്യം 7 + 3 + 4 3 കൂട്ടിയിട്ട് 3 കൊണ്ട് ഭാഗിക്കണം. 3 ആയിട്ട് ഉണ്ട്. 7 + 3 + 4 / 3. ഇപ്പൊ എത്ര കിട്ടും? 7 3 14 14 / 3 കിട്ടും. അല്ലേ? മനസ്സിലായോ? അത് 7 + 3 + 4. തെക്കിനേക്കാൾ താഴ്ന്ന് വടക്ക് 7, കിഴക്കിനേക്കാൾ താഴ്ന്ന് പടിഞ്ഞാറ് 3, സൗത്ത് ഈസ്റ്റ് ഏറ്റവും പൊങ്ങിയിരിക്കുന്നു 4. അപ്പൊ 7 + 3 + 4 എന്നുള്ള മോളി വരും. താഴെ 3 ഐറ്റമായിട്ട് / 3. 7 3 14 14/3 4.67 വരും. 14 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 4.67 വരും. അപ്പൊ മൂല്യ ശതമാനം സമം 4.67 / 8 × 100. മൂല്യ ശതമാനം സമം 4.67 / 8 × 100. എത്ര വരും? 58.38% വരും. 58.38% വരും. 58.38%. അങ്ങനെ 4 എക്സാമ്പിൾ നമ്മൾ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഏത് എക്സാമ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഏതിലുണ്ടെന്ന് നോക്കുക. ഏതിലും നോക്കിയിട്ട് ഏതെങ്കിലും ഒന്നിൽ മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ മാത്രം എടുക്കുക. 2-ലുണ്ടെങ്കിൽ പിന്നെ 2ആണെങ്കിൽ 2 കൂടെ കൂട്ടി ആവറേജ് എടുക്കുക. 3-ലാണെങ്കിൽ 3 കൂട്ടി 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ ആവറേജ് കിട്ടും. ഒന്നുമില്ല, കാര്യം മനസ്സിലാക്കിയ ഒന്നുമില്ല. ഇനി നമുക്ക് വസ്തുവിന്റെ ചരിവ് കണ്ടു. അപ്പൊ ഇതിന്റെ
സെക്കൻഡ്. നമുക്ക് ഈ മണക്കാട് ആ ഡ്രോയിങ് എടുത്ത് അതിനകത്ത് എന്തുവാന്ന് നോക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് നമുക്ക് മണക്കാട്ട് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ആ ഡ്രോയിങ് എടുത്ത് അവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഏതെങ്കിലും ഭാഗം പൊങ്ങിയിരിക്കുന്നോ, ഏതെങ്കിലും ഭാഗം താന്നിരിക്കുന്നോ, ലെവൽ വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും പറയുകയോ ഡ്രോയിങ് കാണിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ? നോക്കൂ, ഉണ്ടോ? ഹലോ, പെട്ടെന്ന് പറയും ഡ്രോയിങ് നോക്കിയിട്ട്. എത്ര സമയം എടുത്തോ നോക്കാൻ? കിഴക്ക് പൊങ്ങിയിട്ടുണ്ട്. എങ്ങനെ അറിയാം? അതിന്റെ ആ ലൈന് അതല്ല, പ്രൊജക്ഷൻ അല്ല, മേളിലോട്ട് നമ്മൾ ഇവിടെ ഏത് ഭാഗം പൊങ്ങിയിരിക്കുന്നു, ഏത് ഭാഗം താന്നിരിക്കുന്നു. ഇത് കിഴക്കോട്ട് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അതല്ല. തലയുടെ ലെവൽ സെയിം ആണ്. ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും പൊങ്ങിയിരിക്കുന്നതായിട്ട് പറയുന്നുണ്ടോ? പ്ലോട്ടിന്റെ വാസ്തുമണ്ഡലത്തിനകത്ത് എല്ലാ ഭാഗവും ഒരേ ലെവലാണ്. കാരണം എവിടെയെങ്കിലും പൊങ്ങിയതായിട്ടോ താഴെയായിട്ടോ പറയുന്നില്ല. സെയിം ലെവലായി താഴോട്ട് പടി സ്റ്റെപ്പോ ലോട്ടോ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലായിടത്തും ഒരേ ലെവലാണ്. മനസ്സിലായില്ലേ അത്? ഹലോ, അല്ല, ഒരു മൂലങ്ങനെ പൊങ്ങിയിരിക്കുന്ന കാരണം അത് ആ പ്ലോട്ടിന്റെ ഷേപ്പാണ്. അവിടെ മണ്ണിന്റെ ലെവലല്ല. അപ്പൊ ഇവിടെ സെയിം ലെവൽ. സെയിം ലെവലാണെങ്കിൽ എത്ര കിട്ടും? ആ ടേബിൾ എടുത്ത് നോക്കുക. സെയിം ലെവലാണെങ്കിൽ എത്ര കിട്ടും? 5. അപ്പൊ സെയിം ലെവലാണെങ്കിൽ മൂല്യം 5. മൂല്യ ശതമാനം 5/8 × 100. ഇവിടെ സെയിം ലെവൽ മൂല്യ ശതമാനം 5/8 × 100. മൂല്യം 5 ആണ്. മൂല്യ ശതമാനം 5/8 × 100 സമം 62.5% കിട്ടും. അതാണ് ഇവിടെ വസ്തുവിന്റെ ചരിവനുസരിച്ച് നമുക്ക് ഈ മണക്കാട്ടെ വീട്ടിൽ കിട്ടുന്നത്. കാരണം സെയിം ലെവലാണ് 62.5%. അപ്പോൾ ഇന്ന് നമുക്ക് നിർത്തണം. അപ്പോൾ അടുത്ത ക്ലാസ് നോട്ട് ചെയ്തോളൂ. ദിശയാണ്. ദിശ, ഡയറക്ഷൻ 8. ഇതിപ്പോൾ 7 ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതിപ്പോൾ 7 അല്ല, നമ്മളെടുത്ത സെയിം ലെവൽ എന്നുള്ളത് 6 ആണ് എടുത്തത്. വസ്തുവിന്റെ ചരിവ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അല്ല, 5 7 ആണല്ലോ വസ്തുവിന്റെ ചരിവ് ഔട്ട് ഓഫ് 8. ആ 7ന്റെ ആൻസറാണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്ത 8 ആണ് ദിശ. ഇത് 8 ആണ്. 8 ദിശ, ഡയറക്ഷൻ. അത് അടുത്ത ക്ലാസ് എടുക്കാം. ആ ഹെഡിങ് മാത്രം എഴുതിക്കോളൂ. 8 ദിശ ബ്രാക്കറ്റ് ഡയറക്ഷൻ ഔട്ട് ഓഫ് 8. 8ാമത്തെ ഐറ്റം ദിശ ബ്രാക്കറ്റ് ഡയറക്ഷൻ ഔട്ട് ഓഫ് 8. അതായത് എല്ലാത്തരം ദോഷങ്ങളും നമുക്ക് ഇതിനകത്ത് വരണം. എന്നാലേ ഒരു പൂർണ്ണമായ വാസ്തു മൂല്യം നിർണ്ണയിക്കാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ് പെട്ടെന്ന് നോക്കാൻ വേണ്ടി ഹെഡിങ് മാത്രം എഴുതിയിട്ടുള്ളൂ. 8ാമത്തതാണ് ദിശ. എക്സാമ്പിളായി. അപ്പം ഐറ്റം നമ്പർ 8 ദിശ ബ്രാക്കറ്റ് ഡയറക്ഷൻ ഔട്ട് ഓഫ് 8. അതായത് പിന്നെ സ്റ്റേറ്റ് ദിശയിൽ കറക്റ്റ് ആണോ, ദിശാദോഷമുണ്ടോ, അതൊക്കെ അതിനകത്ത് വരും. നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഇപ്പം ഡൗട്ട് ചോദിക്കാനുള്ള സമയമാണ്. ഇന്ന് പഠിച്ചതോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, എന്റെ പേര് രമേഷ് കുമാർ. സാറേ, രമേഷ് കുമാർ. സാറേ, നമ്മൾ സാറ് പഠിപ്പിച്ചതിൽ തുളസിത്തറയിൽ നമ്മൾ 54 സെന്റിമീറ്റർ ഓരോ വശങ്ങൾ വെച്ചിട്ട് പറഞ്ഞല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ നമ്മളെ കൈക്കണക്ക് പട്ടികയിലെ 3 കോലാണ് ധ്വജയോനിയിൽ വരുന്നത്. അപ്പൊ ഒരു വീടിന്റെ തറ 45 സെന്റിമീറ്റർ മാത്രമാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുന്നത് തുളസിത്തറ? 45 സെന്റിമീറ്റർ മാത്രമായി തുളസിത്തറ എടുക്കുമ്പോൾ ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്, നമ്മളൊരു കുഴി കുഴിക്കണം. ഒരു കുഴി പോലെ കുഴിച്ചിട്ട് ആ കുഴിയുടെ അപ്പൊ എത്ര അതിന്റെ അടിയിൽ നിന്ന് കെട്ടി വരുമ്പം ഈ 45 എത്ര പൊക്കം, 57 സെന്റിമീറ്റർ ആണ് പൊക്കം തോന്നുന്നത്. അപ്പൊ 45 9. അപ്പൊ 9 സെന്റിമീറ്റർ കുഴി എടുത്ത് അവിടുന്ന് കെട്ടി വരുമ്പോൾ ആ ഹൈറ്റ്. അപ്പൊ 9 വരെ 10 സെന്റിമീറ്റർ കുഴിക്കണം. അപ്പൊ ഇതിന്റെ ബേസ്മെന്റ് താന്നിരിക്കും. അതിന്റെ കുഴിയായിട്ടുള്ള ഭാഗം ആരും ചവിട്ട് വീഴുമൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ പെബിൾസ് ഉണ്ട്. നമ്മൾ ഈ വെള്ളക്കല്ലൊക്കെ ഉണ്ടല്ലോ, മാർബിൾ കല്ല് പോലത്തെ വാങ്ങിക്കാൻ നല്ല വെള്ളക്കല്ലും എല്ലാം കൊണ്ട് നിരത്തി. ഞാൻ എന്റെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എന്റെ വീട്ടില് ബേസ്മെന്റ് കുറച്ച് കുറവാണ്, പഴയ വീടാണ്. ബേസ്മെന്റിന്റെ വെയിറ്റ് കുറച്ച് കുറവാണ്, ഈ പറയുന്നതില്ല. അപ്പൊ ബേസ്മെന്റ് മുകളിൽ കുഴി കുഴിച്ചിട്ട് ആ കുഴിയുടെ അടിയിൽ നിന്ന് ഫൗണ്ടേഷൻ വെച്ച് കെട്ടി വന്നിട്ട്
ബേസ്മെന്റ് ഹൈറ്റിൽ താത്തി ടോപ്പാക്കും. ടോപ്പാക്കിയിട്ട് ആ താഴെ കുഴിച്ചതിൻ്റെയും തുളസിത്തറയുടെ ഇടയ്ക്കൊരു കുഴിപോലെ വരും. അവിടെ ചിലപ്പോൾ നടക്കുമ്പോൾ കാലും കുഞ്ഞുങ്ങളൊക്കെ ഓടുമ്പോൾ കാല് അതിനടുത്ത് വീണ് മറിഞ്ഞു വീഴാക്കി ഇരിക്കാനായിട്ട് നിറച്ച് പെബിൾസ് കൊണ്ട് നിറയ്ക്കും, വെള്ളം പെബിൾസ്. അതുപോലെ പല 5-6 മാസം കൂടുമ്പോൾ ഇടുന്ന് കഴുകണം. അഴുക്കൊക്കെ ആകുമ്പോൾ ഒന്ന് കഴുകിയിട്ടാൽ മതി, വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ടാൽ അത് കിടന്നോളും. നല്ല ഭംഗിയായിട്ട്. അതായത് നമ്മൾ താഴോട്ട് കുഴിക്കുന്ന ഭാഗം മണ്ണിട്ട് മൂടാൻ പാടില്ല എന്നർത്ഥം അല്ലേ? മണ്ണിട്ട് മൂടാൻ പാടില്ല. അപ്പൊ കുഴിക്കുന്നതിന്റെ എഫക്റ്റ് ഇല്ലല്ലോ. അതെ, മനസ്സിലായി. അപ്പൊ ആ കുഴി അങ്ങനെ കിടക്കണം. അപ്പൊ ഈ ഹൈറ്റ്, ഇതിന്റെ ഹൈറ്റും ആ പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് തന്നെ ആയിരിക്കും. ശരി ശരി, മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. മറ്റെന്തെങ്കിലും സാർ, ഈ കഴിഞ്ഞ ക്ലാസിന്റെ വീഡിയോ ഒന്ന് ഇടാമെന്ന് അറിയിക്കണം സാർ. അപ്പോഴപ്പോഴാ നെറ്റ് കട്ടായി പോകും സാർ, കിട്ടുന്നില്ല. അത് തന്നെ എനിക്കറിയില്ല. അത് നമ്മുടെ പിന്നെ ലാൽ ഡയറക്ടറോട് കോൺടാക്ട് ചെയ്യണം. കാരണം ഞാൻ എനിക്ക് എടുത്തിട്ടില്ല, ഇടാനും എനിക്കറിയില്ല. അത് പിന്നെ ലാലിന്റെ ഫോൺ ഒന്നുകിൽ നമ്മുടെ ഗ്രൂപ്പിൽ കൂടെ അല്ലെങ്കിൽ ഫോണിലോ ബന്ധപ്പെട്ടിട്ട് അത് പറഞ്ഞാൽ മതി. അപ്പൊ സാധിക്കുമെങ്കിൽ പുള്ളി പറയും. ചില ക്ലാസ്സുകളിൽ കിട്ടാതെ വരുന്നുണ്ട്, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കൊണ്ടോ ഈ നെറ്റ് ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ ചിലപ്പോൾ കിട്ടാതൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തുള്ള ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ലാലുമായിട്ട് കോൺടാക്ട് ചെയ്യുക, ഡയറക്ടർ GP ലാലുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ തന്നെ ഉണ്ടോ, ലാലുണ്ടോ ഇവിടെ? ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ലാലുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ക്ലാസ് എടുക്കുന്ന അല്ലാതെ ഇതിന്റെ എടുക്കാൻ എനിക്കറിയില്ല. മറ്റെന്തെങ്കിലും സംശയം? സാറേ, ഈ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടിന്റെ സെപ്റ്റിക് ടാങ്ക് വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് വെക്കുമ്പോ അത് എങ്ങനെ ശരിയാവും? വടക്ക് പടിഞ്ഞാറ് മൂലയുടെ വടക്ക് വശത്തായിട്ട്, പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മൂലയുടെ വടക്ക് വശത്തായിട്ട് വെക്കണം. പടിഞ്ഞാറ് വശത്തായിട്ട് വെക്കാതെ ഒരു സൈഡിലായിരിക്കും. വടക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറഞ്ഞാൽ ആരോ മ്യൂട്ട് ചെയ്യുക. വടക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് മൂല എന്ന് വടക്ക് വശത്തിന്റെ മൂന്നിലൊന്നും അതുപോലെ പടിഞ്ഞാറ് വശത്തിന്റെ മൂന്നിലൊന്നും കംപ്ലീറ്റ് ആയിട്ട് വടക്ക് പടിഞ്ഞാറ് മൂലയാണ്. അപ്പൊ പടിഞ്ഞാറ് വശത്ത് വെക്കുക. പടിഞ്ഞാറ് വശത്ത് വെച്ചാൽ വീടിന്റെ മുൻവശത്താവും. വടക്ക് വശത്ത് വെക്കുക, അങ്ങനെ വെക്കാൻ പറ്റും. ഇപ്പൊ ചോദിച്ചു അതിന്റെ അപ്പോൾ അടുത്ത ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഡേറ്റ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. മറ്റേ ഒരു ഡ്രോയിങ് ഉള്ളത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ് ഇട്ട് തരാം. ഈ മഴക്കാട്ട് അതിന്റെ ഡ്രോയിങ് ഇട്ട് തരാം. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു സംശയം സാറേ. ഓക്കെ, ഈ തെക്ക് വശത്ത് അടുക്കള വരുമ്പോഴേ വർക്ക് ഏരിയ അതിന്റെ തെക്ക് വശത്തായിരിക്കുമല്ലോ വരിക. തെക്ക് വശത്ത് തെക്കിന്റെ മധ്യം ഏത് ഭാഗത്താണ് അടുക്കള വരുന്നത്? സൗത്ത് ഈസ്റ്റില്. തെക്ക് കിഴക്ക്. ഓക്കെ, തെക്ക് കിഴക്ക് അടുക്കള വരുമ്പോൾ വർക്ക് ഏരിയ അതിന്റെ തെക്ക് വശത്തായിരിക്കുമല്ലോ വരിക. വർക്ക് ഏരിയ അതിന്റെ തെക്ക് വശത്ത് വരാം, അല്ലെങ്കിൽ മധ്യത്തിലായിട്ട് കിഴക്ക്. വർക്ക് ഏരിയക്ക് കിഴക്ക് വശം നല്ലതാണ്. അതിന്റെ കിഴക്ക് വശത്ത് വരാതെ എവിടെ അതിന്റെ സൗകര്യം നമുക്കറിയാവൂല. അല്ലെങ്കിൽ ചിലപ്പോൾ തെക്കിന്റെ മധ്യത്തിലായിട്ട് വരാം വർക്ക് ഏരിയ. അത് അവിടെ എങ്ങനെ ആ ഡിസൈൻ പോലെ ഇരിക്കും. അത് പല വിധത്തിൽ ഡിസൈൻ ചെയ്യാം. ആ പ്ലോട്ടിന്റെ സൈസും വീടിന്റെ സൈസും ഒക്കെ വെച്ചിട്ട് നീളമാണോ വീതിയാണോ കൂടുതലൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചായിരിക്കും അതിന്റെ. നമുക്ക് എല്ലാത്തിലും ഒരേപോലെ അങ്ങനെ വരാം, ഇന്നടുത്ത് വരുന്ന പറയാക്കില്ല. സൗത്ത് ഈസ്റ്റിൽ അടുക്കള വന്നാൽ വർക്ക് ഏരിയ എവിടെ വരണം എന്നിപ്പോഴേ നമുക്ക് തന്നെ പറയാക്കില്ല. അത് മറ്റുള്ള റൂമിന്റെ എല്ലാം നോക്കിയിട്ട് പ്ലോട്ടിന്റെയും വീടിന്റെയും ഷേപ്പും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ. അപ്പൊ അന്നേരം ഈ തെക്ക് വശത്ത് വരത്തില്ലേ വെള്ളം, അടുക്കളയിലെ വെള്ളം കഴിയുന്നത്? അടുക്കളയിലെ കഴിയുന്ന വെള്ളം സാധാരണ തെക്കിഴക്കുള്ള വെള്ളം നമ്മൾ ടാങ്ക് സാധാരണ വെക്കുന്ന വടക്കിന്റെ മധ്യത്തിലാണ്. പൈപ്പിൽ കൂടെ കൊണ്ടുപോകും, അടി കൂടെ. ഏറ്റവും നല്ലത് അല്ലാതെ വെക്കുന്നുണ്ട്, പക്ഷെ അതിന് കറക്ഷൻ ചെയ്യേണ്ടി വരും. വടക്കിന്റെ മധ്യത്തിലാണെങ്കിൽ നമുക്ക് കറക്ഷൻ ഒന്നും വേണ്ട. വടക്ക് വശത്തിന്റെ മധ്യത്തിലായിട്ട് അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഓവർ ഹെഡ് ആയിട്ട് മുകളിലോട്ട് കൊടുക്കരുത്. അണ്ടർഗ്രൗണ്ട് ആയിട്ട് മണ്ണ് കുഴിച്ചിട്ട് അടിയിലോട്ട് ടാങ്ക് ആക്കിയിട്ട് ആ ടാങ്കിലോട്ട് അടുക്കള വെള്ളം കൊണ്ട് കൊടുത്താൽ തെക്ക് കിഴക്കുന്ന ആ വെള്ളം അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. എന്തെങ്കിലും അതിന് പറ്റാതെ വന്നാൽ പിന്നെ എവിടെയാണ് സൗകര്യം വെച്ചാൽ ചെയ്തിട്ട് അതിന്റെ കറക്ഷൻ ചെയ്യേണ്ടി വരും, പരിഹാരം ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? അടുക്കളയിലെ വെള്ളമോ ഈ ടാങ്ക് കഴിയുന്ന കൈ? അതുമല്ല, അടുക്കളയിൽ നിന്ന് കഴിയുന്ന വെള്ളം, കുളിക്കുമ്പോൾ ഉള്ള വേസ്റ്റ്, അതെല്ലാം കൂടെ അതിപ്പം പല വീടുകളിലും. ഇപ്പം ഇവിടെ തന്നെ എൻ്റെ അടുത്തൊരു വീടുണ്ട്. അവിടെയാണെങ്കിൽ കംപ്ലീറ്റ് വെള്ളം ഫിൽറ്റർ ചെയ്യും. അവിടെ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഫിൽറ്റർ ചെയ്തിട്ട് അത് വീണ്ടും റീയൂസ് ചെയ്യും അവർ. അത് ചെടിക്ക് നനയ്ക്കാനും അങ്ങനെയുള്ള അതിലൂടെ യൂസ് ചെയ്യും.
കുളിക്കാനൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷെ ചെടി നനയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യും ഈ വെള്ളം. അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റും ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റ്, സെപ്റ്റിക് ടാങ്കിൻ്റെ അല്ലാതുള്ള വേസ്റ്റുകളെല്ലാം എടുത്തിട്ട് അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് അവർ ചെടി നനയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റീയൂസ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ സംശയം? ശരി സാർ. മറ്റെന്തെങ്കിലും സംശയം? സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ. അപ്പം ഇതിന് എനിക്ക് പിന്നെ ഇത് ലാൽ ഉണ്ടല്ലോ അല്ലേ? ലാൽ ഉണ്ടല്ലോ. ഹലോ ലാലെ, മറ്റേ 25th ക്ലാസ്സിന് അല്ല 18ാം തീയതി ക്ലാസ്സിന് എന്തെങ്കിലും അത് ഈ ക്ലാസ് അല്ലേ? അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിച്ചോണം. 18ാം തീയതി ക്ലാസ് ഞാൻ നേരത്തെ അയച്ച 18ാം തീയതി എനിക്ക് അസൗകര്യമാണ് നേരത്തെ. അപ്പൊ 18ാം തീയതി നമ്മുടെ ക്ലാസ് 18ാം തീയതിയാണ് ഇപ്പൊ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഗ്രൂപ്പിൽ. 18ാം തീയതി അല്ല, അതിന് അടുത്ത ആഴ്ച 25ാം തീയതി കാണുള്ളൂ. അതെല്ലാവരും നോട്ട് ചെയ്യണം. ഈ വീഡിയോ ലാല അറിയിക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഗ്രൂപ്പിലിട്ടാൽ മതി. അപ്പം ശരി. ഓക്കെ. അപ്പം നമ്മൾ വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ക്ലാസ് നിർത്തുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ സംശയമൊന്നും ഇല്ലാതെ ഇരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം.